ലേഖനങ്ങൾ 21 പുതിയ നിയമത്തിൽ നമുക്ക് ദൈവനിശ്വാസ്യമായി നൽകപ്പെട്ടിട്ടുള്ളത്. മറ്റേത് ഗ്രന്ഥങ്ങളെക്കാൾ ആശയസമ്പുഷ്ടമായ ആലോചനകളുടെ ഒരു തട്ടകമാണ് ലേഖനങ്ങൾ 21. ആ 21 ലേഖനങ്ങളുടെയും രാജാവ് എന്ന് വിളിപ്പേരുള്ള മനോഹരമായൊരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. 4 അധ്യായങ്ങളേ ഉള്ളൂ. പക്ഷേ ദ കിങ് ഓഫ് ദ എപ്പിസ്റ്റൽ എന്ന വേദപഠിതാക്കൾ ഒരേപോലെ സമ്മതിക്കുന്ന അനുഗ്രഹീതമായി വിജ്ഞാനപ്രദമായി ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ലേഖനം, അതാണ് കൊലോസ്യ ലേഖനം. എന്നെ പുറത്ത് ശ്രദ്ധിക്കുന്നവരും കൂടെ തിരിച്ചറിയുവാൻ വേണ്ടി ഒരു കാര്യം പറയാം. ആർഷഭാരതത്തിൻ്റെ ഭിന്നമത രാഷ്ട്രീയ ജാതീയ സംസ്കാരങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങളിൽ നിന്ന് തെല്ലല്ല ബഹുദൂരമകലെയാണ്. ഇവിടുത്തെ വിവിധ ദൈവങ്ങളെ ആരാധിക്കുക, വിഗ്രഹാരാധന, മറ്റു തരമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, യാഗയോഗ കർമ്മകാണ്ഡങ്ങൾ, കുന്നുകയറി മലയിറങ്ങി പുഴ താണ്ടി കടൽ നീന്തി മോക്ഷവും മുക്തിയും സായുജ്യവും ശാന്തിയും സമാധാനവും വിടുതലും വീണ്ടെടുപ്പും പ്രാപിക്കേണ്ടതിന് മനുഷ്യൻ ചെയ്യുന്ന അക്ഷീണ പ്രയത്നങ്ങൾ വേദപുസ്തകത്തിൻ്റെ ഉപദേശ സത്യങ്ങൾക്ക് ബഹുദൂരമാണ്. ഇവിടുത്തെ വിവിധ തരത്തിലുള്ളതായിരിക്കുന്ന ശാസ്ത്ര സംഗതികൾ, ശാസ്ത്രമെന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹസ്തരേഖത, ജ്യോതിഷശാസ്ത്രം, മുഖലക്ഷണശാസ്ത്രം, അതേപോലെ മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾ പുനർജനിക്കുന്നുവെന്നും അവരിങ്ങനെ അന്തരീക്ഷത്തിൽ വിലസുന്നുവെന്നും നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെ സാധ്യമാക്കിത്തരാൻ അവർ സഹായകമാണ് എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ചില ശാസ്ത്ര ശാഖകൾ നിലവിലുണ്ട്. അതെല്ലാം അബദ്ധമാണെന്നും അതിനകത്തൊന്നും ഒരു ന്യായവുമില്ല എന്ന് വ്യക്തവും ശക്തവുമായി തെളിയിക്കുന്ന പുതിയ നിയമ ലേഖനങ്ങളിൽ ഒരെണ്ണമാണ് കൊലോസ്യ ലേഖനം. അതുകൊണ്ട് തന്നെ വിശ്വാസികളും അവിശ്വാസികളും ക്രൈസ്തവരും അക്രൈസ്തവരും പഠിച്ചിരിക്കേണ്ട ഉജ്ജ്വലമായ ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം എന്ന് പറയുന്നത്. അനുഗ്രഹീതമായിരിക്കുന്ന 4 മുന്നറിയിപ്പുകൾ പുതിയ നിയമത്തിൽ ഇതുപോലെ പ്രസക്തമായി മറ്റൊരു ലേഖനത്തിൽ നാം കാണുന്നില്ല. ഇവിടെ കൂടി വന്നിട്ടുള്ള നിരവധി യുവതിയുവാക്കന്മാർ തിരുവചനത്തിൻ്റെ ആഴങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉൾത്തടത്തിലേക്ക് ഞാനൊന്ന് പാകയിടാം. ആ 4 മുന്നറിയിപ്പുകൾ അത് 2-ാം അധ്യായത്തിലാണ്. ആ 4 മുന്നറിയിപ്പുകൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വേണ്ടും പോലെ പഠിച്ചെടുത്താൽ ബദ്ധമായിരിക്കുന്ന ഒരു ആചാരത്തിൻ്റെയും പിന്നാലെ പോകേണ്ടി വരികയില്ല. ദുർമന്ത്രവാദമടക്കമുള്ള സകലവിധമായിരിക്കുന്ന കാര്യപരിപാടികളും വെച്ചവസാനിപ്പിച്ച് അതുകൊണ്ട് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികളെ ആശ്രയിക്കാതെ ഈ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചൊറ്റ വാക്കുകൊണ്ട് ഇവയെ സൃഷ്ടിക്കുകയും ഇവയെ പരിപാലിക്കുകയും പരിചരിക്കുകയും നിയന്ത്രിക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പരബ്രഹ്മം, സാക്ഷാൽ പരാശക്തി, ആന മുതൽ അമീബ വരെയുള്ള സമസ്ത ജീവജാലങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൃത്യമായി വിളമ്പിക്കൊടുക്കുന്ന ജഗന്നിയന്താവ്, സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയും സർവാധികാരിയും നിത്യനും മാറ്റമില്ലാത്തവനും അത്യുന്നതനും സൽഗുണസമ്പൂർണനും പരമകാരുണികനും മഹോന്നതനും മഹത്വ സിംഹാസനസ്ഥനുമായ ഒരേ ഒരു ദൈവം. ആ ദൈവമാണ് ഇതിനെ എല്ലാം നിർമ്മിച്ചത്. ആ ദൈവമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ആധാരം വഹിക്കുന്നത്. ആ ദൈവത്തിലല്ലാതെ മറ്റൊന്നിലും ആശ്രയിക്കരുത് എന്ന പരമമായ സത്യം കൊലോസ്യ ലേഖനം ഉച്ചൈസ്തരം ഘോഷിക്കുന്നു എന്നുള്ളതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ കൈപ്പുസ്തകമാണ് വേദപുസ്തകം, അതുകൊണ്ട് എനിക്കതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ വേദപുസ്തകത്തിലെ 66 ഗ്രന്ഥങ്ങളെയും താങ്കൾ വായിച്ചില്ലെങ്കിലും കൊലോസ്യ ലേഖനം എന്ന് പറയുന്ന അനുഗ്രഹീതമായ ഈ ലേഖനത്തിൻ്റെ ഉൾത്തടങ്ങളിലേക്ക് ഇറങ്ങണം ധ്യാനത്തോടെ. അങ്ങനെ ചെയ്യുമ്പോൾ താങ്കൾ ചെയ്തു വരുന്ന പല പ്രവൃത്തികളും വ്യർത്ഥമാണ്, അന്യാധീനമായ സംഗതിയാണ് എന്ന ബോധ്യമുണ്ടാകുകയും ഏകസത്യ ദൈവത്തെങ്കിലേക്ക് താങ്കൾക്ക് ചുവട് മാറ്റിച്ചവിട്ടാൻ കാരണമായി തീരുകയും ചെയ്യും. ഒട്ടനവധി ദൈവങ്ങളെയല്ല വേദപുസ്തകം അഥവാ സുവിശേഷം ഇന്നലെ 2 രാത്രികളിലും ഇന്നലെയും മെനഞ്ഞാന്നും നാം കേട്ടതായിരിക്കുന്ന സുവിശേഷം മനുഷ്യൻ്റെ മുമ്പിൽ വയ്ക്കുന്നത് ഒട്ടനവധി ദൈവങ്ങളെയല്ല, ഒരൊറ്റ ദൈവത്തെയാണ്. ആ ദൈവമാണ് ഏകസത്യ ദൈവമെന്ന് പറയുന്നത്. 1000 ദൈവങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് വാരിയിട്ട് തന്നിട്ട് ഇഷ്ടമുള്ളതുമായി കൂട്ടുകൂടിക്കോ, ഇഷ്ടമുള്ളതിനെ പ്രണയിച്ചോ, പ്രണമിച്ചോ, യാഗം നടത്തിക്കോ, യോഗം നടത്തിക്കോ, താങ്കളുടെ ഏത് കാര്യവും സാധ്യമാക്കുവാൻ വിവിധ ദൈവങ്ങളുണ്ട്, അതിൽ ഇഷ്ടമുള്ളതുമായി കൂട്ടുകൂടിക്കോ എന്ന് പറയുന്നൊരു നയമല്ല സുവിശേഷം മുൻപോട്ട് വയ്ക്കുക. സുവിശേഷം ഒരൊറ്റ ദൈവത്തെ നമുക്ക് നൽകിത്തരുന്നു. ആ ദൈവമാണ് ഏകസത്യ ദൈവം എന്ന് പറയുന്നത്. ആ ഏകസത്യ ദൈവത്തിലൂടെ സാധ്യമാകാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഏകസത്യ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ വരുന്നത് എന്തൊക്കെയാണ്, ഇഷ്ടക്കേടാകുന്നത് എന്തൊക്കെയാണ് എന്ന് വകതിരിച്ച് ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുന്ന ഉജ്ജ്വലമായ ഒരു ലേഖനം. 4 മുന്നറിയിപ്പുകളെക്കുറിച്ച് ഞാൻ പരാമർശിച്ചല്ലോ. അത് 2-ാം അധ്യായത്തിൽ നിന്ന് എടുത്ത് നിങ്ങളുടെ മനസാക്ഷിയിലേക്കൊന്ന് പാകിവെക്കുന്നു. അത് നിങ്ങളുടെ ജീവിത വഴിത്താരയിൽ പുതിയ ദിശാബോധം തരാൻ കാരണമായി തീരട്ടെ.
2-ാം അധ്യായം തുറക്കുമെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്യങ്ങളെ അടയാളപ്പെടുത്തണം. അതല്ലെങ്കിൽ നെഞ്ചകത്തിൽ കുറിച്ചു കൊണ്ടുപോകണം. അതല്ലെങ്കിൽ കയ്യിൽ തുണ്ടുപേപ്പർ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കുറിച്ചു കൊണ്ടുപോകാൻ കഴിയുക. 2-ാം അധ്യായത്തിൻ്റെ 4-ാമത് വാക്യം പറയുന്നു, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. ചതിക്കപ്പെട്ടു പോകരുതെന്നുള്ളതാണ് 1-ാമത്തെ മുന്നറിയിപ്പ്. ആണ് പെണ്ണിനെയും പെണ്ണാണിനെയും ചതിക്കരുത്. ഇടവകയെ ചതിക്കരുത് ശുശ്രൂഷകനെ ചതിക്കരുത് ഇടവക. സമൂഹത്തെ ചതിക്കരുത് സഭയെ ചതിക്കരുത് സമൂഹം. ആർക്കും ആരെയും പരസ്പരം ചതിക്കാൻ വ്യവസ്ഥയില്ല. ആരാലും നിങ്ങൾ ചതിക്കപ്പെട്ടു പോകരുത് എന്നുള്ളത്. ചതിവിൻ്റെ ലോകത്തിൽ നാം ജീവിക്കുക. വല്ലാത്തതായിരിക്കുന്ന കൊല്ലും കൊലയും അക്രമങ്ങളും അനീതികളും ഒക്കെ മനോരമ, മംഗളം, മാധ്യമം, മാതൃഭൂമി, ജനയുഗം, തനിനിറം, ദീപിക അടക്കമുള്ള വർത്തമാന പത്രങ്ങളിലൂടെ നിരന്തരം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ചതിവാണിതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. എന്തൊക്കെയോ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആരുടെയൊക്കെയോ പിന്നാലെ കൂടി അവരുടെ വാക്ക് കേട്ട് പുറകിൽ ഇറങ്ങിത്തിരിച്ചു. എത്ര പെൺകുഞ്ഞുങ്ങൾ, എത്ര ആൺകുഞ്ഞുങ്ങൾ, എത്ര കുടുംബങ്ങൾ ഒക്കെ ചതിവിൻ്റെ ആഴക്കയത്തിലേക്ക് മൂക്കുകുത്തിപ്പോയിട്ടുണ്ട്, മുതലക്കുപ്പ് നടത്തിയിട്ടുണ്ട്. കൊലോസ്യ ലേഖനം പറയുന്നു, ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. വശീകരണ വാക്ക്. അതിനാൽ ആരും നിങ്ങളെ ചതിക്കരുത്. എൻ്റെ മക്കളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഇവിടെയുണ്ട്. എൻ്റെ മൂത്ത മോൻ്റെ ഏതാണ്ട് 28 വയസ്സിൽ താഴെയുള്ളതായിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ മക്കളുടെ പ്രായമുള്ളവരാണ്. അതുകൊണ്ട് ആത്മഭാരത്തോടെ, പൈതൃകമായ പിതൃതുല്യമായ വാത്സല്യത്തോടെ ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്നു, ആരാലും നീ ചതിക്കപ്പെട്ടു പോകാതിരിക്കണം. എൻ്റെ കുഞ്ഞനുജത്തിമാർ, കുഞ്ഞനുജന്മാർ ഒത്തിരി പേരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളോടായിട്ട് നിങ്ങളുടെ ഒരു വലിയേട്ടൻ എന്ന നിലയിൽ പറയുന്നു, ചതിക്കപ്പെട്ടു പോകരുത്. ജീവിതത്തിൽ ഒരു കാരണവശാലും ചതിക്കപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഈ ഏകസത്യ ദൈവവുമായി ആന്തരിക ബന്ധം പോരാ, ആന്തരിക രമ്യതയുണ്ടാകണം. അതിനാണ് ഈ കൺവെൻഷൻ ഞങ്ങൾ ചെലവ് ചെയ്ത് ഇവിടെ നടത്തുന്നത്. ഏതെങ്കിലും സായിപ്പ് തന്ന പണത്തിൻ്റെ ചെലവ് കാട്ടുവാൻ മാണിപ്പാസ്റ്റർ നടത്തുന്ന ഒരു ഇടപാടല്ലിത്. ഇതിൽ ഈ പ്രകാശിക്കുന്ന ഓരോ വെട്ടത്തിലും, ഇവിടെ വലിച്ചു കെട്ടിയിരിക്കുന്ന ഓരോ വെള്ളത്തുണിയിലും, നിങ്ങൾ ചവിട്ടിയിരിക്കുന്ന ഈ പരവതാനിയിലും, നിങ്ങളുടെ തലയ്ക്ക് മീതെയുള്ള ഈ വെള്ളവിരിപ്പിനും, നിങ്ങളിരിക്കുന്ന കസേരയ്ക്കും, ഈ സൗണ്ട് സിസ്റ്റത്തിനും ഒക്കെ വലിയ തുക ചെലവഴിക്കുന്നുണ്ട്. ആ ഓരോ തുകയ്ക്കും വിയർപ്പിൻ്റെ മണമുണ്ടെന്നുള്ള പരമാർത്ഥം നിങ്ങൾ അറിയാതെ പോകരുത്. അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വിയർപ്പിൻ്റെ മണമുള്ള നയാപൈസകൾ സ്വരൂപിച്ച് വെച്ചുകൊണ്ട് ഈ യാഥാർത്ഥ്യം ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു. വർഷാവർഷം നിങ്ങൾ ചതിക്കപ്പെട്ടു പോകരുത്. വേദപുസ്തകത്തിന് വിരുദ്ധമായ അന്യമായിരിക്കുന്ന ഉപദേശങ്ങളിൽ മുഴുകി ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മറ്റു തരമായിരിക്കുന്ന ഇടപാടുകളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ചതിക്കപ്പെട്ടു പോകരുത്. ഒടുവിൽ ആ ചതിവിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. 1-ാമത്തെ മുന്നറിയിപ്പ്. ഇനി 2-ാമത്തെ മുന്നറിയിപ്പ് 2-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യമാണ്. അഭിഷിക്തരായി നിരവധി പ്രഭാഷകരിവിടെയുണ്ട്, അധ്യാപകരിവിടെയുണ്ട്. നിങ്ങൾ ഈ വാക്യങ്ങളെ സമാഹരിക്കണം. നിങ്ങളുടെ ഇടവകയിലെ തലമുറയ്ക്ക് അതിനെ കൈമാറണം. 8-ാമത് വാക്യം പറയുന്നത്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. കവർന്നു കളയപ്പെടരുത് ഒരു കാരണവശാലും. വേറൊരു വ്യക്തി നിങ്ങളെ അപകരിച്ചു കൊണ്ടുപോകരുത്. അവൻ്റെ ഇസത്തിലേക്ക്, അവൻ്റെ പ്രത്യയ ശാസ്ത്രത്തിലേക്ക്, അവൻ്റെ മത ആചാരങ്ങളിലേക്ക് ആരും നിങ്ങളെ കവർന്നു കൊണ്ടുപോകരുത്. കോഴിക്കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടുപോകുന്ന പുള്ളിനെ പോലെ, കാക്കയെപ്പോലെ, പരുന്തിനെ പോലെ മറ്റുള്ളവരെ റാഞ്ചിക്കൊണ്ടുപോകാൻ, അമ്മയുടെ കയ്യിൽ നിന്ന്, അപ്പൻ്റെ കയ്യിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സഭയിൽ നിന്ന് റാഞ്ചിക്കൊണ്ടുപോകുന്ന തലമുറയെ തീവ്രവാദത്തിലേക്ക്, ഭീകരവാദത്തിലേക്ക്, മതമൗലികവാദത്തിലേക്ക്, ഇവിടുത്തെ മദ്യ മാഫിയ സംഘങ്ങളുടെ വാറ്റുചാരായം ചുമക്കേണ്ടതിന് നെഞ്ചുറപ്പുള്ള ചെറുപ്പക്കാരെ അപകരിച്ചു കൊണ്ടുപോകുന്ന നിരവധി ആളുകളുണ്ട്. ആ കെണിയിൽ പെട്ടുകഴിഞ്ഞ പിന്നെ തിരിച്ചു വരാൻ നിർവാഹമില്ലാത്ത നിലയിൽ അവനതിനകത്ത് കുരുങ്ങിപ്പോകുകയാണ്. ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവൻ എത്തപ്പെടാത്ത ഏതൊക്കെയോ മേഖലയിൽ എത്തപ്പെട്ടു. തിരിച്ചു വരാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് ആത്മഹത്യയിലേക്ക് പോവുക. അതൊക്കെ കവർന്നു കളയുന്ന സംഘങ്ങളാണ്. വളരെ വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്താം, ഒരു വ്യക്തിയുടെയും സ്വാർത്ഥ താല്പര്യം നിന്നെ കവർന്നു കളയുവാൻ ഇടയാകരുത്. ഇടയാകാതിരിക്കണമെങ്കിൽ ഞാനീ പറഞ്ഞ സത്യതയുമായി ആന്തരിക രമ്യതയുണ്ടായേ പറ്റൂ. ബോധ്യമാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മമ്മിമാരോടും പപ്പമാരോടും ഞാൻ പറയാം, നിങ്ങളുടെ ATM കാർഡ് വാത്സല്യത്തോടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈവശം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ മോനെ, അക്കൗണ്ടിൽ ഇത്രയുണ്ട്, ആവശ്യമുള്ളതൊക്കെ എടുത്തോ എന്ന് പറഞ്ഞ് മോളും മോനും ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ ATM കാർഡ് കൈകാര്യം ചെയ്യുക.
പക്ഷേ അതുകൊണ്ട് മാത്രം സ്നേഹമായില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വേറൊന്നിനാലും കവർന്നു കളയപ്പെടാതിരിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ, കണ്ണുനീർ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാളെയുടെ ദിനരാത്രങ്ങൾ നിങ്ങൾ ഏങ്ങലടിച്ച് കരയേണ്ടതായി വരും. പ്രാർത്ഥനയുടെ മകൻ, പ്രാർത്ഥനയുടെ മകൾ, അല്പം കൂടെ ഭംഗിയായി പറഞ്ഞാൽ കണ്ണുനീരിൻ്റെ മകൻ, കണ്ണുനീരിൻ്റെ മകൾ എങ്ങും നഷ്ടപ്പെടത്തില്ല. ആശയത്തെ അംഗീകരിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മുടെ തലമുറകൾ ആരും ഒരു കാരണവശാലും കവർന്നു കളയപ്പെടാനിടയാകരുത്. അടുത്ത മൂന്നാമത്തെ മുന്നറിയിപ്പ് കേൾക്കണം. 2-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യമാണ്. 2-ന്റെ 4-ാം വാക്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2-ന്റെ 8 പറഞ്ഞു, 2-ന്റെ 16-ാമത് വാക്യം. ആരും നിങ്ങളെ വിധിക്കരുത് എന്നതാണ് ഇവിടെ കാണുക. ആരും നിങ്ങളെ വിധിക്കരുത്. നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യരുത്. നിങ്ങളുടെ ഉടയെയും നടയെയും ചോദ്യം ചെയ്യരുത്. താങ്കളുടെ ഭക്ഷണത്തെയും ഭാഷണത്തെയും ചോദ്യം ചെയ്യാൻ പാടില്ല. പെന്തക്കോസ്തിൻ്റെ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒറ്റ വ്യക്തിയും വഴിയിലാരും തടഞ്ഞു നിർത്തരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളും, ദാമ്പത്യമാകട്ടെ, സാമ്പത്തികമാകട്ടെ, സാമൂഹ്യ വ്യവസ്ഥിതികളാകട്ടെ, മറ്റു തര ഇടപാടുകളാകട്ടെ, അതിലൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ പഴുതിട്ട് കൊടുക്കാത്ത വിധം സുതാര്യതയുടെ ജീവിതം, സുദൃഢമായൊരു ജീവിതം, സുശക്തമായ ജീവിതം, ദൈവത്തിൻ്റെ ക്യാമറ കണ്ണുകളുടെ മുൻപിലാണ് എൻ്റെ രാത്രികൾ, എൻ്റെ പകലുകൾ എന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കാൻ കഴിയുക. എൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെ മലീമസമാക്കുന്ന യാതൊരു ഇടപാടിനും അവസരം അനുകൂലമായി ഒത്തുകിട്ടിയാലും ഞാൻ പോകില്ല എന്ന ഉറപ്പോടുകൂടെ നിൽക്കാൻ കഴിയുന്നവനെ ആർക്കും വിധിക്കാൻ കഴിയുകയില്ല. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? ഈ ജഡശരീരം ഉതിർത്തുവിടുന്ന പാപരാഗങ്ങളുടെ വികാര വിക്ഷോഭങ്ങളുടെ ആധിക്യമുയരുമ്പോൾ പെന്തക്കോസ്താണെന്ന് മറന്നിട്ട്, വിശ്വാസിയാണെന്ന് മറന്നിട്ട്, ഞാനൊരു ഭാര്യയാണെന്ന് മറന്നിട്ട്, ഭർത്താവാണെന്ന് മറന്നിട്ട്, ഞാനൊരു മകളാണ്, മകനാണ്, ഞാനൊരു മരുമകള്, ഞാനൊരു അമ്മയാ, ഞാനൊരു വല്യമ്മയാ, ഞാനൊരു അപ്പനാ, ഞാനൊരു വല്യപ്പച്ചനാ, ഞാനൊരു അങ്കിള്, ഞാനൊരു ആൻറ്റിയ എന്നിത്യാദി തസ്തികകൾ മറന്നിട്ട് നൈമിഷിക സുഖങ്ങളുടെ മുമ്പിലേക്ക് മൂക്കുകുത്തിപ്പോകുന്ന നിരവധി ആളുകൾ വിമർശിക്കപ്പെടാം, വിധിക്കപ്പെടാം. അതുണ്ടാകാൻ നമ്മെ അനുവദിച്ചു കൊടുക്കയില്ല എന്ന് ഈ 3-ാമത് രാത്രിയുടെ തീരുമാനമെടുത്ത് മടങ്ങിപ്പോകാവൂ. വെള്ളവിരിപ്പിൻ്റെ കീഴിലും അതിന് പുറത്തും ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ആത്മീക ജീവിതം കർത്താവിൻ്റെ ക്യാമറ കണ്ണുകളുടെ മുൻപിലാണ് എന്ന വസ്തുത മറന്നു പോകരുത്. ക്യാമറയ്ക്ക് കണ്ടെത്താൻ കഴിയുന്നത് താങ്കൾ ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, താങ്കൾ ഹെൽമറ്റ് വെച്ചിട്ടുണ്ടോ, താങ്കളുടെ വണ്ടിയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, താങ്കൾ ഇൻഷുറൻസ് അടച്ചിട്ടുള്ളയാളാണോ, താങ്കളുടെ വണ്ടിക്കകത്ത് അധികം പേര് കയറിയിട്ടുണ്ടോ, ഇതൊക്കെ ക്യാമറയ്ക്ക് കണ്ടെത്താൻ പറ്റും. താങ്കൾ സിഗ്നൽ തെറ്റിച്ചാണോ കയറി വരിക, താങ്കൾ സ്പീഡ് കൂടുതലായിട്ടാണോ വരിക, ഇതൊക്കെ അവർക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ ആ ക്യാമറയേക്കാൾ ഒരു മെയിൻ്റനൻസും വേണ്ടാതെ മനുഷ്യനെ നിർമ്മിച്ച കാലം മുതൽ അവൻ്റെ തലയ്ക്ക് മീതെ ദൈവം സെറ്റ് ചെയ്തൊരു ക്യാമറയുണ്ട്. ഒരിക്കലും അതിന് മെയിൻ്റനൻസ് വേണ്ട. ആ ക്യാമറ വെളിപ്പെടുത്തും താങ്കൾ ആരാണ്, താങ്കളുടെ രാത്രി എങ്ങനെയാ, താങ്കളുടെ പകൽ എങ്ങനെയാ, താങ്കളുടെ സഭാജീവിതം എങ്ങനെയാ, താങ്കളുടെ കുടുംബജീവിതം എങ്ങനെയാ, താങ്കളുടെ സാമ്പത്തിക ഇടപാട് എങ്ങനെയാ, താങ്കൾ മൊബൈൽ ഫോണുമായിട്ടിരിക്കുമ്പോഴെങ്ങനെയാ, വേദപുസ്തകവുമായിട്ടിരിക്കുമ്പോഴെങ്ങനെയാണ് എന്നിത്യാദി വസ്തുത ആ ക്യാമറ തെളിയിക്കുന്ന ഒരു കാലം വരാൻ പോകുകയായതുകൊണ്ട് ആർക്കും വിധിക്കുവാൻ കഴിയാത്ത വിധം ജീവിതത്തെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ സംശുദ്ധമായി പരിപാലിക്കാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ ആ കരമടിച്ച് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്ത് അല്പസമയം ഒരുമിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുകയെ നമുക്ക് നമ്മുടെ തലമുറയ്ക്കും ഒരു ശുഭയാത്രയുണ്ടാകണം. വെറുതെ ആത്മീകരാണെന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. കാമ്പുള്ള, കഴമ്പുള്ള, കാതലുള്ള അകതാരിൽ ആത്മീയത നിറഞ്ഞു മുറ്റി നിൽക്കുന്നൊരു അനുഭവമുള്ളവരായി നമുക്ക് മാറാൻ കഴിയണം. പ്രൈസ് ദ ലോർഡ്. മറ്റൊരു മുന്നറിയിപ്പ് കൂടെ 2-ാം അധ്യായം അതിൻ്റെ 18-ാമത് വാക്യം അവസാന ഭാഗം. 18-ാമത് വാക്യം ഒരു വലിയ വാക്യമാണ്. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു: ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. നമുക്കെല്ലാവർക്കും ഒരു ബിരുദുണ്ട്, ഒരു ടാർഗറ്റ് ഉണ്ട് കേട്ടോ. അവിടെ എത്തണം. അതിനു മുമ്പ് പതറിപ്പോകരുത്, വീണുപോകരുത്, താണുപോകരുത്, തകർന്നു പോകരുത്. വിരുദ് തെറ്റാതിരിക്കാൻ നാം ശ്രമിച്ചേ പറ്റുകയുള്ളൂ. എനിക്ക് അപ്പച്ചന്മാരെ കാണുമ്പോൾ, പാസ്റ്റർ പി.കെ. ജോൺസൺ അവരുകൾ അടക്കമുള്ള ഒട്ടനവധി പിതാക്കന്മാർ, നരച്ച തലകളെ, അമ്മച്ചിമാരെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇന്നിൻ്റെതായ ആനുകൂല്യങ്ങളും ഇന്നിൻ്റെ സൗഭാഗ്യങ്ങളും ഇന്നിൻ്റെ സൗകര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് പെന്തക്കോസ്തിലേക്ക് ചുവട് വെച്ചത് ഇന്ന് വരെ പതറിപ്പോകാതെ നിലകൊള്ളാൻ ദൈവം അവരുടെ മേൽ പകർന്ന ദൈവകൃപ. അവർക്കൊപ്പം പെന്തക്കോസ്തിലേക്ക് ഇറങ്ങി നിരവധി ആളുകൾ വഴിമാറിപ്പോയി. നിരവധി ആളുകൾ ഉപദേശത്തിൻ്റെ തട്ടകം മാറി ചവിട്ടാനിടയായി. പക്ഷേ അറിഞ്ഞ സത്യത്തിനു വേണ്ടി വീറോടെ നിന്ന് ഈ നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇളമുറക്കാരോട് ഞാൻ പറയാം, ആരും നിന്റെ ബിരുദ തെറ്റിക്കാൻ അനുവദിക്കരുത്. അവസാനം വരെ. കേട്ടില്ലേ പ്രിയ മകൻ പാടിയ പാട്ട്? ആരും പാടിടാത്ത പാട്ട് നിന്റെ വായിൽ കിട്ടുന്നൊരു സുദിനം എത്തുന്നത് വരെ ഈ വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ നിലകൊള്ളാനിടയായി തീരണം.
യേശുവിൻ്റെ കൂടെ മുട്ടിത്തട്ടി ഉരുമി ഒരഞ്ഞു നടന്നിരുന്ന യൂദ വഴിയിൽ വീണ് പതറിപ്പോയില്ലേ? യൂദയെക്കുറിച്ച് പറയുന്നത് നാശയോഗ്യനായവൻ എന്നാണ് പറയുക. പൗലോസിൻ്റെയോടുകൂടെ കൃപാവരപ്രാപ്തനായ പൗലോസിനോടൊപ്പം ഉരുമി ഉരഞ്ഞു നടന്നിരുന്ന ദേമാസ് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയില്ലേ? ഹുമനയോസും ഫിലേത്തോസും വിശ്വാസക്കപ്പൽ തകർന്നു പോയിട്ടില്ലേ? എത്ര ആളുകളുടെ ബിരുദാണ് തെറ്റിപ്പോയത്. പക്ഷേ ഭക്തനായ പൗലോസ് സുഖഭോഗമാനാഭിമാനാദികളെല്ലാം വെടിഞ്ഞ് സുവിശേഷത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വളരെ ശക്തമായി നിലയുറപ്പിച്ച് ആ ഭക്തൻ പറയുന്നു, അവരൊക്കെ വീണുപോയി. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അടക്കമുള്ള അനുഗ്രഹിത പാസ്റ്റേഴ്സ്, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിക്കുന്ന ജെറുസലേം ടൗൺ ചർച്ചിലെ വിശ്വാസികളായിരുന്നു അനന്യ സഫീറ ദാമ്പത്യം. പക്ഷെ വീണുപോയില്ലേ? ദ്രവ്യാഗ്രഹത്തിൻ്റെ അഴുക്കുചാലിൽപ്പെട്ട് മുങ്ങി ചത്തുപോയില്ലേ? അവരൊക്കെ ഇങ്ങനെ തകർന്നുപോയ ആ ഒട്ടനവധി ആളുകളുടെ ചരിത്രം എടുത്തു വെച്ചിട്ട് സ്മരണയിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാനീ പറഞ്ഞ പൗലോസ് പറയുക, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, ഞാൻ നല്ല പോർ പൊരുതു. ആ വാചകം അതേ പ്രാഗൽഭ്യത്തോടെ അടുത്ത് പറയേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണെന്ന് ബോധ്യമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വിശ്വാസത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് പറിച്ചെറിയുവാൻ, കീഴ്മേൽ മറിക്കുവാൻ, പരിഹാസ്യമാക്കാൻ, അപഹാസ്യമാക്കാൻ ശ്രമിക്കുന്ന സമസ്ത പോരുകളോട് പറയണം, നിനക്കെന്നെ തോൽപ്പിക്കാനാവില്ല. കാരണം എന്നിൽ വ്യാപരിക്കുന്നൊരു ശക്തിയാണ് എന്നെ മുൻപോട്ട് നയിക്കുന്നത്. ഓ ഹല്ലേലൂയ. ദുഷ്ടപിശാചിനോട് പറ, നിന്റെ തന്ത്രങ്ങൾ, നിന്റെ മന്ത്രങ്ങൾ, നിന്റെ കുതന്ത്രങ്ങളൊന്നും എൻ്റെ ആത്മീയതയ്ക്ക് ബാധകമാകും. എന്റെ കർത്താവ് എനിക്ക് നൽകിയ കൃപയുടെ വല്ലഭത്വത്തോടെ ഞാൻ മുന്നേറുമെന്ന് ഉറപ്പുള്ളവര് മടിക്കണ്ട, പൊതുസ്ഥലമാണെന്ന് വിചാരിക്കണ്ട, ശക്തമായി കർത്താവിനെ ഒന്ന് ആരാധിച്ചു. ഹല്ലേലൂയ. ദുഷ്ടതന്ത്രം ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ, നമ്മെ അവന് കിട്ടില്ല എന്ന വസ്തുത. ആരും നിങ്ങളുടെ ബിരുദ തെറ്റിക്കരുത്. അവിടെ ഒരു വിശേഷ പ്രയോഗമുണ്ട്. എന്താണെന്നറിയാമോ? തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവരാരും. തലയെ മുറുകെ പിടിക്കാതെ. ആരാ തലയെന്നറിയാമോ? ആരാ തല? കെയ്സയിൽ റിയാലും ദർഹവും ദറംസും ഡോളറും യൂറോയും പൗണ്ടും ഒക്കെയുള്ള പ്രമാണിയൊന്നുമല്ല തല. പിന്നെ ആരാ തല? സഭയുടെ ഓവർസിയർ, ചെയർമാൻ എന്നൊക്കെ പറയുന്ന വമ്പൻ താരങ്ങളുണ്ട്. അവരൊന്നും അല്ല ദൈവസഭയുടെ തല. അവരൊക്കെ ഔദ്യോഗിക സ്ഥാനികളാണ്. അവരെയൊക്കെ നമ്മൾ ആദരിക്കുന്നു. പിന്നെ ആരാ തല? അങ്ങ് അമേരിക്കയിൽ നിന്ന് സ്പോൺസർ ചെയ്യുന്ന സ്പോൺസർ മിനിസ്റ്ററാണോ? നോ, അവരൊന്നുമല്ല. പിന്നെ നമ്മളെല്ലാവരും കൂടി തെരഞ്ഞെടുത്ത നമ്മുടെ വമ്പൻ നേതാവാണോ? അല്ലേ, അല്ല. പിന്നെ ആരാ? എത്ര വമ്പൻ പരിപാടി നടത്താനും കോടികൾ വാരി എറിയാൻ കഴിയുന്ന ധനാഢ്യരുണ്ട് ഇവിടെ. അവരാണോ സഭയുടെ തല? അല്ല. പിന്നെ ആരാ തല? ക്രിസ്തു യേശു തന്നെ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവാണ് സഭയുടെ തല. ആ തലയോട് യുക്തമായി ഏകീഭവിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവെന്ന തലയുമായി ബന്ധമില്ലാത്ത ഒരുത്തൻ്റെയും ഒരു സിദ്ധാന്തവും കേൾക്കാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? ഹല്ലേലൂയ. ക്രിസ്തുവുമായി ബന്ധമില്ലാത്തവൻ്റെ ഒരു ഇതിഹാസത്തിന് നിൽക്കരുത്. ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത ഒരുവൻ്റെയും ഒരാലോചനയും കേൾക്കാൻ സമയം കളയരുത്. ഹല്ലേലൂയ. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവനാരും. ഉപദേശിമാർ പറയുന്നൊന്നുമല്ല പലർക്കും വലിയ കാര്യം. ദൈവദാസന്മാർ വേദിയിൽ നിന്നുകൊണ്ട് ദൈവവചനം പറഞ്ഞാൽ ആട്ടുകല്ലെടുത്ത് കസേര വെച്ച പോലെ ഒറ്റ ഇരിപ്പിരിക്കുന്ന പുള്ളി. മന്ത്രി ഒരു സ്വോത്രം പറഞ്ഞാൽ എന്നെ ആരവാന്നറിയാം മന്ത്രിയുടെ പുറകെ സ്വോത്രം. യേശുവാണ് വാതിലെന്ന് പറഞ്ഞ പുള്ളി ഇരുമുടിക്കെട്ടുമായിട്ട് ശബരിമല കയറിയപ്പം സ്വോത്രം പറഞ്ഞവരൊക്കെ എന്തോ ചെയ്തു? പ്രതിപക്ഷ നേതാവ് കോട്ടയത്ത് വന്ന് യേശുവാണ് വാതിൽ, ആ വാതിൽ യേശുവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇളകി മറിയായിരുന്നു തിരമാല പോലെ. കർത്താവെ, അദ്ദേഹം മലചവിട്ടാൻ പോയി കാത്തോണെന്ന് പ്രാർത്ഥിച്ചോ ഈ സ്വോത്രം പറഞ്ഞവരൊക്കെ? എനിക്ക് ആത്മീയ ലോകത്തോടുള്ള വൈരുദ്ധ്യത ഇതാ. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവന്റെ വാക്കുകളുടെ പിന്നാലെ കരഘോഷം മുഴക്കാനും കൊട്ടിഘോഷിക്കാനുമുള്ള നമ്മുടെ ഇരട്ടത്തപ്പുണ്ടല്ലോ. കൊലോസ്യ ലേഖനം പറയുക 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, ക്രിസ്തുവെന്ന തലയുമായി യുക്തമായി ഏകീഭവിക്കാത്തവന്റെ സിദ്ധാന്തം വേണ്ട ഇവിടെ. എത്ര പേർക്ക് സ്വോത്രം പറയാൻ പറ്റും? ഇങ്ങനെയുള്ള അതിശക്തമായിരിക്കുന്ന മുന്നറിയിപ്പുകളുടെ ലേഖനമാണ് കൊലോസ്യ ലേഖനം. ആ ലേഖനം 2-ാം അധ്യായത്തിലെ മുന്നറിയിപ്പ് കഴിഞ്ഞിട്ട് 3-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നമ്മുടെ ജീവനായ ക്രിസ്തു. ആ പ്രയോഗമാ സുന്ദരം. ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണം കണ്ടോ? എന്തോന്നാ? എന്തുകൊണ്ടാണ് ക്രിസ്തുവിന് ജീവനാണ് എന്ന് പറയാൻ കാരണം? ജീവനായ ക്രിസ്തു. യേശുവിന് കൊടുത്തിരിക്കുന്ന പേര് വിവരങ്ങൾ മാത്രം പറഞ്ഞാൽ എന്ന ആവേശമാണെന്നറിയാവും നമുക്ക്.
നമ്മുടെ കർത്താവ് വെറും ഒരു മതസ്ഥാപകനും വെറും ഒരാളൊന്നുമല്ല. പിന്നെ വേദപുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പേര് ക്രിസ്തു വിജ്ഞാനം, ക്രിസ്തു പരിജ്ഞാനം, അതങ്ങോട്ട് പഠിക്കണം. അങ്ങ് ഒന്നാം പുസ്തകമായി ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന വിശേഷമായ നാമത്തിൻ്റെ വൈശിഷ്ട്യമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ക്രിസ്തുവിൻ്റെ ദൈവത്വവുമായി ബന്ധപ്പെട്ട 1, 2, 3 വാക്യങ്ങൾ നിങ്ങളുടെ ആത്മീയ ഉത്തേജനത്തിന് വേണ്ടി പറയാം. നമ്മുടെ തലയുടെ മഹത്വം എന്തുവാണെന്ന് നമ്മൾ അറിയണം. ആ തലയുടെ ഉത്തുംഗ പ്രതാപം, ആ തലയുടെ ഔന്നത്യം എന്താണെന്ന് അറിയണം. എന്നിട്ട് തലയുമായിട്ട് അങ്ങ് ഏകീഭവിക്കണം നമ്മളൊക്കെ. പ്രൈസ് ദ ലോർഡ്. ശ്രദ്ധിച്ച് കേട്ടണം, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ചില വിചാരങ്ങളെ, അതുകൊണ്ട് കർത്താവിനെ ജീവൻ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ ആധാരം ഈ വാക്യങ്ങളിലെല്ലാം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞോണം. നമ്മുടെ ജീവനാണ് കർത്താവ്. സ്തോത്രം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാമത് വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഉജ്ജ്വലമായി അവതരിപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. നമ്മുടെ കർത്താവ് വീരനാം ദൈവമാണ്. എല്ലാവരും സ്തോത്രം പറഞ്ഞില്ലല്ലോ. നമ്മുടെ കർത്താവ് ആരാന്നാ പറഞ്ഞേ? ഒത്തിരി ദൈവങ്ങളുണ്ട്, പക്ഷെ വീരനാം ദൈവം എന്നൊരു നാമവിശേഷതയുള്ളത് നമ്മുടെ കർത്താവിന് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ 2024 ആണ്ട് തീരാൻ ചില ദിവസങ്ങളുടെ ബാക്കി മാത്രമേ ഉള്ളൂ. 2025 ആണ്ട് വന്ന് പിറക്കുകയാണ്. ഒരാണ്ട് അറുതിയാകുന്നു, വേറൊരാണ്ട് പിറവിയാകുന്നു. ഇതിനിടയ്ക്ക് കേക്കുമായിട്ടൊക്കെ നമ്മുടെ ഒരു ആഘോഷമൊക്കെ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നടക്കട്ടെ. പക്ഷേ വിങ്ങുന്ന ചില ഹൃദയങ്ങളുണ്ട്, വിങ്ങുന്ന ചില നൊമ്പരങ്ങൾ പേറുന്ന ചില മനസ്സുകളെ ദൈവാത്മാവ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്താണെന്നറിയാമോ? 2024 തരാമെന്ന് പറഞ്ഞിട്ട് കർത്താവേ ഇനി എപ്പോൾ തരാൻ, അതേ തീരാൻ പോവുകയാണല്ലോ, ഇനി എപ്പോഴാണ് എനിക്ക് കിട്ടുക എന്നൊക്കെ ഓർത്ത് വിങ്ങുന്ന, ആ പ്രവചനത്തിൻ്റെ നിവർത്തി എപ്പോഴാണ് കർത്താവേ എന്നോർത്ത് വേവലാതിപ്പെടുന്ന ചില വ്യക്തികളുണ്ട്. ഇനി 2025 തരിക എന്നൊക്കെ ഓർത്ത് നൊമ്പരപ്പെടുന്ന ചില ആളുകളുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃത്തടത്തെ തൊട്ടുകൊണ്ട് പറയുക, ദൈവാത്മാവ് വീരനാം ദൈവമാ കർത്താവ്, കർത്താവിന് വീര്യം പ്രവർത്തിക്കാൻ കഴിയും. ഈ ദിവസങ്ങളിൽ തന്നെ വീര്യം പ്രവർത്തിക്കാൻ കഴിയും. ഈ മണിക്കൂറുകൾ വീര്യം പ്രവർത്തിക്കാൻ കഴിയും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? തരികയില്ലെന്ന് വാദിച്ച് നിൽക്കുന്ന ദുഷ്ടനായ ശത്രുവിനെ വഴിയിൽ നിന്ന് പിടിച്ചു മാറ്റിയിട്ട് നമ്മുടെ പ്രവൃത്തികളെ സജീവമാക്കാൻ കഴിയുന്ന, അടഞ്ഞുകിടക്കുന്ന ചില മേഖലകളെ തുറന്നു തരുവാൻ കഴിയുന്ന, ഇതുവരെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച, നെഞ്ചുരുകി പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മേൽ ഈ വീരനാം ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞാലുണ്ടല്ലോ, ദുഷ്ടനായ പിശാച് താലയും കുരിച്ച് മാറി നിൽക്കത്തേ ഉള്ളൂ. ഇന്ന് രാത്രി വീരനാം ദൈവവുമായിട്ട് കൈ കൊടുത്തോണ്ട് പറ, കാടക്ക് പുറത്ത്, യേശുവിൻ്റെ നാമത്തിൽ കാടക്ക് പുറത്ത് ഞാൻ സേവിക്കുന്ന ദൈവം വീരനാം ദൈവമാണ്. ഹല്ലേലൂയ. യെശയ്യാ 9:6 വീരനാം ദൈവം എന്ന പ്രയോഗം മറന്നു പോകരുത്. പ്രാർത്ഥനയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് പറയണം. സ്തോത്രം. വീരനാം ദൈവമാണ്. എൻ്റെ ഈ വിഷയം ഞാൻ അവതരിപ്പിക്കുന്നത് അങ്ങ് വീരനാം ദൈവമായതുകൊണ്ടാണ്. വീരനാം ദൈവം എന്ന് 4 പ്രാവശ്യം പറയണം. അപ്പുറത്ത് മാറി നിന്ന് കേൾക്കുന്ന ദുഷ്ടപിശാച് കേൾക്കട്ടെ, ഇത് നമ്മൾ സേവിക്കുന്ന വീരനാം ദൈവത്തെ ആണെന്നുള്ള കാര്യം. അവനറിയാം നമ്മുടെ ദൈവം വീരനാം ദൈവമാണെന്ന്. പക്ഷേ നമുക്ക് പലപ്പോഴും അറിയാൻ വയ്യാത്തേ. മനസ്സിലായി? നമുക്കറിയത്തില്ല. അവിടെ മന്ത്രവാദം, കൂടോത്രം എന്നൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ മറന്നു പോകുന്ന വാക്യം 9:6. ഇന്ന് രാത്രി അതിനെ അങ്ങ് നെഞ്ചിലേറ്റണം. ഞാൻ സേവിക്കുന്ന ദൈവം വീരനാം ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. വേറെ വാക്യം വേഗം തരാം. റോമലേഖനം 9-ാം അധ്യായം 5-ാം വാക്യം. റോമർ 9:5. സർവ്വത്തിനും മീതെയുള്ള ദൈവം. സ്തോത്രം പറഞ്ഞില്ലല്ലോ. റോമർ 9:5 മറന്നു പോകരുത്. സർവ്വത്തിനും മീതെ. ക്രിസ്തുവും ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ വന്നത് എന്ന് പറഞ്ഞിട്ട് പൗലോസ് നാമത്തിന് മുമ്പിൽ മുഴങ്കാലം മടക്കി ആരാധിക്കുമ്പോൾ പറയുക, അവൻ സർവ്വത്തിനും മീതെ ദൈവമാ. സർവ്വത്തിനും ഏതെങ്കിലും 1-2 വകുപ്പുകൾക്ക് മീതെ അല്ലെന്ന് നമ്മുടെ കർത്താവ് ദൈവമായിട്ടുള്ളത്. സർവ്വത്തിനും മീതെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 25-ാമത് വാക്യത്തിൽ പറയുന്നു, സർവ്വദേവന്മാർക്കും മീതെ മഹാദൈവമാണ്. സർവ്വദേവന്മാർക്കും മീതെ ആധിപത്യം വഹിച്ചുകൊണ്ട് അതീശത്വ ശക്തികളായ അന്ധകാരത്തിൻ്റെ പോരുകൾ ഇവിടെ ഉണ്ട്. ഒത്തിരി ഒത്തിരി ഒത്തിരി. ഉറവയ്ക്കൽ എൻ്റേതാ, ഉറവയ്ക്കല വളവ് എൻ്റേതാ, ഈ സമതലം എൻ്റേതാ, കുന്നുകൾ എൻ്റേതാ, ഈ വീടുകൾ എൻ്റേതാ, ഇവിടുത്തെ മണ്ണ് എൻ്റേതാ. വിട്ടുതരത്തിൽ നിന്ന് വാദിക്കുന്ന ചില ആധിപത്യ വ്യവസ്ഥിതികളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആ ആധിപത്യ വ്യവസ്ഥിതികളെ കണ്ടുകൊണ്ട് പേടിക്കരുത്. അയ്യോ, പിന്നെ നമുക്ക് ഈ ദേശവും ഇവിടുത്തെ പരമ്പരാഗതമായ ചില പോരുകളെ
കുറിച്ചൊക്കെ ഓർക്കുമ്പോഴേ നടുക്കമാ. എന്നാൽ ഇന്ന് രാത്രിയിൽ ഓർത്തുകൊള്ളണം, നമ്മുടെ കർത്താവ് അതിന് മീതെ ദൈവമാണ്, അതിന് മീതെ പരമാധികാരമുള്ള ദൈവമാണ്. ആ ശക്തികൾ നിന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം ആ തലയുമായിട്ടാണ് നമ്മൾ ഏകീഭവിച്ചിരിക്കുന്നത്. സർവ്വത്തിനും മീതെ അവൻ ദൈവമാണെന്ന് മാത്രമല്ല, സർവ്വത്തിനും മീതെയുള്ള പരമാധികാരം അവൻ കൈയാളുന്നത് പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മിൽ അധികാരം നൽകുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അത് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെറുതെ ശാസിക്കാനും ഭത്സിക്കാനുമല്ല, അകത്ത് വ്യാപരിക്കപ്പെട്ട ദൈവശക്തിയോടുകൂടെ അന്ധകാരത്തോട് പടപൊരുതാൻ കഴിയുന്ന ഒരധികാര ശക്തി. ഹല്ലേലൂയ. അപ്പൊ സർവ്വത്തിനും മീതെ ദൈവമാണെങ്കിൽ, ഇന്ന് രാത്രി കേട്ടോണേ, സർവ്വത്തിനും മീതെ ദൈവമാണെങ്കിൽ ക്യാൻസറിന് മീതെ അവൻ ദൈവമാണ്, ട്യൂമറിന് മീതെ അവൻ ദൈവമാണ്. ഇനി ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നതിൻ്റെ ശരീര അവയവങ്ങൾ കീറി മാറ്റണം, എടുത്തു മാറ്റണം, റിമൂവ് ചെയ്യണമെന്നൊക്കെ പറയുന്ന പേപ്പറിൽ ഒപ്പിടം വരട്ടെ. ഈ വാക്യവുമായിട്ടൊന്ന് അല്പം ധ്യാനിക്കേ, ഈ വാക്യവുമായി ദൈവസന്നിധിയിലൊന്നിരിക്കേ. ആൻറ്റി, ആവശ്യമില്ലാത്തത് മുറിച്ച് കളയണമെന്ന് വൈദ്യശാസ്ത്രം പറയുമ്പോൾ ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ വരട്ടെ. ഈ റോമർ 9:5 നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അല്പസമയം ഒന്ന് ധ്യാനിക്കാൻ കഴിയും. വേണ്ടി വന്നാൽ ചില ദിവസങ്ങളൊന്ന് ഉപവസിക്കാൻ കഴിയും. അടുത്ത ഒരു ടെസ്റ്റിന് നീ വിധേയമാകുമ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോകും, സ്കാൻ ചെയ്തവർ അത്ഭുതപ്പെട്ടു പോകും. കാരണം സർവ്വത്തിനും മീതെ ദൈവമായവൻ ക്യാൻസറിൻ്റെ മീതെ, ട്യൂമറിൻ്റെ മീതെ, നിന്റെ ഫൈബ്രോയിഡിൻ്റെ മീതെ, ഹാർട്ടിൻ്റെ വാൽവിൻ്റെ തകരാറിൻ്റെ മീതെ, മനസ്സിലെ കരളിൻ്റെ വീക്കത്തിന് മീതെ അവൻ ദൈവമായി ഇറങ്ങി വന്നതുകൊണ്ട് ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ഈ വെള്ളവിരിപ്പിന്റെ കീഴിൽ ആ സൗഖ്യം വ്യാപരിപ്പിക്കപ്പെടും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വെറുതെ ആവേശം കയറ്റുകയല്ല, എൻ്റെ കർത്താവ് ആരാണെന്നുള്ളതിനെ പറയുക. അവൻ സർവ്വത്തിനും മീതെ ദൈവമാണെങ്കിൽ കാലപ്പഴക്കമുള്ള ചില പോരാട്ടങ്ങളുടെ മീതെ, യെസ്, നിന്റെ വീട്ടുമുറ്റത്തൊരു നീലപ്പടുത വലിച്ചു കിട്ടും. പട്ടുംപാടി ഒരു ആംബുലൻസ് നിന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കും. വെള്ള പുതപ്പിച്ച നിന്റെ മൃതശരീരം എടുത്തവിടെ കിടത്തും. നാട്ടുകാർ വന്ന് കാണികളായി കൂടും അവിടെ എന്നൊക്കെ ആഗ്രഹിച്ച് ശത്രു ഒരുക്കുന്ന തന്ത്രങ്ങളെ വകഞ്ഞു മാറ്റിയിട്ട് ഉപ്പൂറ്റി ഉറപ്പിച്ച് നിന്റെ നാട്ടെല്ലാം നിവർത്തി മുഖം കുനിഞ്ഞു പോകാതെ തല നിവർത്താൻ കഴിയുന്ന ഒരു വല്ലഭത്വമാർന്ന ശക്തി അവൻ സർവ്വത്തിനും മീതെ ദൈവമാണ്. വിശ്വസിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ ആരാധിച്ചു. കൽപ്പറ്റയ്ക്കുള്ള സുൽത്താൻ ബത്തേരിക്കുള്ള വണ്ടി പോയാലും കുഴപ്പമില്ല. ഇന്ന് രാത്രി ആത്മീയ ആരാധന വെളിപ്പെടണം. സൗഖ്യത്തോടെ മാത്രമേ നീ മടങ്ങിപ്പോകാവൂ. കൃപ പ്രാപിച്ച ദൈവപൈതൽ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്ക്. അടുത്തിരിക്കുന്നവരുടെ മേലെ ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. ആത്മാവിന്റെ നിറവുള്ളവർ അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യ്. ഓ, സൗഖ്യം വ്യാപരിക്കപ്പെടട്ടെ. കാരണം എന്താണെന്നറിയാമോ? അവൻ സർവ്വത്തിനും മീതെ. യേശു ജീവനായ കർത്താവായതുകൊണ്ട് ജീവൻ തരാൻ കഴിയുന്ന കർത്താവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ബലഹീനമാണെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ് നിന്റെ അവയവങ്ങളിലേക്ക് ഈ ജീവനായ കർത്താവ് ജീവൻ പകരം പോവുക. ജീവൻ പകരുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഏറ്റെടുക്കണം, വിശ്വാസത്തോടെ. അപ്പോൾ കർത്താവ് ജീവനായ ദൈവമാണ്. ജീവനായ ദൈവമായതുകൊണ്ട് വീര്യം പ്രവർത്തിക്കാൻ കഴിയും. ജീവനായ ദൈവമായതുകൊണ്ട് സർവ്വത്തിനും മീതെ നിലകൊള്ളാൻ കഴിയും. കേൾക്കണോ? അടുത്തത് തീത്തോസ് 2:12 വാക്യം. തീത്തോസ് 2 കർത്താവിനെ കുറിച്ച് മാത്രം കേൾക്കുന്ന സന്തോഷമാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനെ കുറിച്ച് കേൾക്കുന്ന സന്തോഷമാണോ ആൻറ്റിമാർക്ക്? മമ്മിമാരെന്തോ പറയുന്നു? കർത്താവിനെ കുറിച്ച് കേൾക്കുന്ന സന്തോഷമാണോ? പിന്നെ അമ്മച്ചിയൊക്കെ തല ആട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ പറയുന്നതിനകത്ത് എനിക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാകുന്നു. കർത്താവ് മാത്രം മതി എപ്പിപ്പാസേ, ഗോലിയാത്ത് വേണ്ട. ഗോലിയാത്തിനും കൂടെ കേൾക്കുമ്പോഴാണ് ചില ഗ്ലോറിയൊക്കെ ഉണ്ടാകുന്നത്. ഗോലിയാത്തിനോട് ഗത്തിപ്പോയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വന്നേക്കരുത് ഉറവയ്ക്കലേക്ക്. ഞാൻ യേശുവുമായിട്ട് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുക. എൻ്റെ വാത്സല്യ കുഞ്ഞനുജത്തിയും കുഞ്ഞനുജന്മാരൊക്കെ ചേർന്ന് പാടിയ പാട്ടിനകത്ത് നിറഞ്ഞുമുറ്റി നിൽക്കുന്നത് ക്രിസ്തുവെന്ന മഹാദൈവമാണ്. അതുകൊണ്ട് ആ പാട്ടിന് ശേഷം എനിക്ക് വേറെ ഒന്നിനെ അവതരിപ്പിക്കാൻ പറ്റില്ല. ക്രിസ്തു മാത്രം. കുറെ സൈദ്ധാന്തികമായ ബൗദ്ധികമായ ആശയങ്ങളുടെ പ്രകടനമല്ല ഇന്ന് രാത്രി. പറയുന്ന ചിന്തകൾക്ക് കൃത്യമായി വാക്യങ്ങളെ പാകി വെച്ചുകൊണ്ട് അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരാൻ ആഗ്രഹിക്കുകയാണ്. യേശു എങ്ങനെയുള്ള ദൈവമാണ്? മഹാദൈവമാണ്. തീത്തോസ് 2:12 അങ്ങനെ വായിക്കുന്നു. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ
ക്രിസ്തു. മഹാദൈവം. അങ്ങനെയാണെങ്കിൽ 2024 ബാക്കി നിൽക്കുന്ന ദിവസങ്ങളിൽ ചില മഹാകാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സഭയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒക്കെ ചില മഹാകാര്യങ്ങൾ ചെയ്യാൻ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? കുഞ്ഞുങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മക്കളെ, പപ്പയ്ക്കും മമ്മിക്കും ഒന്നും അബദ്ധമല്ല പറ്റിയത്. വേറെ ഏതെങ്കിലും മതത്തിൽ നിന്ന പോരായിരുന്നു. എന്തിനാ പെന്തക്കോസ്തിലേക്ക് പപ്പ വന്നത് എന്നൊന്നും ആശങ്ക വേണ്ട. നിന്റെ പപ്പയ്ക്കും മമ്മിക്കും വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും അബദ്ധം പറ്റിയിട്ടില്ല. അവർ കൂടെ കൂടിയത്, അവർ കൂടിയ ഇറങ്ങിയത്, അവർ പാട്ടും പ്രാർത്ഥനയുമായി ഇറങ്ങിയത് ഒരു സാധാ ദൈവത്തിൻ്റെ പുറകെയല്ല, മഹാദൈവത്തിൻ്റെ പുറകെയാ. ഔന്നത്യം നീ തിരിച്ചറിയണം. നിന്റെ പപ്പായ്ക്ക് വിദ്യാഭ്യാസമില്ലെന്ന് നീ സമ്മതിക്കുന്നുണ്ടാകാം. നിന്റെ വല്യമ്മച്ച് സ്തോത്രം പറയുന്നുണ്ട്, പക്ഷേ ലോകപരിചയമില്ലെന്ന് നീ പറയുന്നുണ്ടാകാം. പക്ഷെ അവരുടെ ഉള്ളിലേക്ക് ദൈവം പകർന്ന ജ്ഞാനമുണ്ടല്ലോ, അത് മഹാദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അതിൻ്റെ പിന്നാലെ അങ്ങ് കൂടിക്കോണം. നിന്നെ അനുഗ്രഹിപ്പാനിടയാകും. നിന്റെ വല്യമ്മച്ചി, നിന്റെ വല്യപ്പച്ചനും, നിന്റെ പപ്പായും നിന്റെ മമ്മിയും ഒത്തിരി ദൈവദാസന്മാർക്ക് വിളമ്പിയവരാണ്. ഒത്തിരി ദൈവദാസന്മാരെ സൽക്കരിച്ചവരാ. ചാണകം മെഴുകിയ തറയിൽ വിരിച്ച പുൽപ്പായിൽ ഇരുത്തിയിട്ട് അവർക്ക് വേണ്ടി വിളമ്പിയവരാ. അതിന്റെ നീതി നിന്റെ മേൽ ദൈവം വിളമ്പും. കേട്ടോ മക്കളെ, ഈ മഹാദൈവത്തെ വിട്ട് നീ മാറല്ലേ. ഈ മഹാദൈവമായി ചേർന്ന് നിൽക്കണേ. യേശു മഹാദൈവമാ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരുടെ കയ്യിലേക്ക്, അമ്മച്ചന്മാരുടെ കയ്യിലേക്ക് ഞാൻ ഈ മൈക്രോഫോൺ കൊടുത്താൽ പറയും, മോളങ്ങ് UK പാസ്റ്ററേ, മോനങ്ങ് അമേരിക്കയിലാ, മോനങ്ങ് ഗൾഫിലാ, ഉറവയ്ക്ക വഴി ഇതുവഴി മണർകാട് വഴിയോ കോട്ടയം വഴിയോ കേരളത്തിൻ്റെ എവിടെങ്കിലുമൊക്കെ മൂലയിൽ ചുറ്റിത്തിരിയേണ്ട പിള്ളേരൊക്കെ അവിടെ ഇവിടെ എത്തി. കാരണം എന്താണെന്നറിയോ? മാതാപിതാക്കൾ ദൈവസഭയെ മാനിച്ചതുകൊണ്ട്, ദൈവദാസന്മാർക്കില്ലായ്മയിലും വിളമ്പിയതുകൊണ്ട് ദൈവം അവരുടെ ഭാവിക്ക് വേണ്ടി വിളമ്പിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ സേവിച്ച് നിൽക്കുന്ന ഈ ജീവനായ കർത്താവ് മഹാദൈവമാണ്? ഹല്ലേലൂയ. തീർന്നില്ല. 1 യോഹന്നാൻ ലേഖനം 5:20 സത്യദൈവമാണ്. യേശു എങ്ങനെയുള്ള ദൈവമാ? സത്യദൈവമാണ്. സത്യദൈവം എന്ന് പറഞ്ഞാൽ പറഞ്ഞതെല്ലാം സത്യമാണ്. മനസ്സിലായോ? പറഞ്ഞതെല്ലാം സത്യമാണ്. ഒന്നും മാറ്റി പറയേണ്ടി വരുന്നില്ല. പറഞ്ഞതൊക്കെ സത്യമാണെന്നേ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിന്നോട് പറഞ്ഞ ആലോചനകൾ, ദൂതുകൾ സത്യമാ. ദൈവദാസന് ചുമ്മാ ആവേശം കയറി ഏതാണ്ട് പറഞ്ഞതല്ല. സ്തോത്രം. ദൈവാത്മാവ് കൃത്യമായി പറഞ്ഞ സത്യവചനങ്ങളാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഈ കർത്താവെന്ന ജീവനായവനുമായിട്ട് അങ്ങ് ചേർന്നോണം. അങ്ങനെ ചേരുമ്പോൾ ജീവനായ ക്രിസ്തു വെളിപ്പെടാൻ നേരമായി എന്നുള്ള പ്രത്യാശയിൽ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് കഴിയും. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ക്രിസ്തു ജീവനായ ക്രിസ്തുവാണെന്നുള്ളതിന് ചില വാക്യങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷേ ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രധാന വിഷയഭാഗത്തിലേക്ക് വരണം. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ സഭയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷത. ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയിൽ ക്രിസ്തുയേശുവിനോടുള്ള നമ്മുടെ സമാഗമനം സഭയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ്. സഭയുടെ എന്ന് പറയുമ്പോൾ അതിനകത്തൊരല്പം ഭേദഗതി വരുത്തണം എന്നെനിക്ക് തോന്നുക. എൻ്റെ പഠനത്തിൽ സഭ എല്ലാം ഒന്നും സഭയല്ലെന്നേ, എല്ലാം ഒന്നും സഭയല്ല. അതുകൊണ്ട് സഭ എന്ന പ്രയോഗത്തെ ഞാനിങ്ങ് പിൻവലിച്ചിട്ട് വിശേഷമായൊരു പ്രയോഗം പറയുന്നു, സാത്യസഭ. എത്ര പേർക്ക് ഇഷ്ടമാണ്? ഹല്ലേലൂയ. നമ്മൾ ഈ സഭ 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 എന്നൊക്കെ പറയുമ്പം അതല്ല യഥാർത്ഥത്തിൽ പ്രയോഗം, സത്യസഭ. സ്തോത്രം. അതിലാണോ എന്ന കാര്യം ഇന്ന് രാത്രി ഒരു പുനർവിചാരണ നടത്തും. എവിടെ സഭയില, ഏത് സഭയിലാന്നുള്ളതിനകത്ത് വലിയ ഒരർത്ഥമുണ്ട്. സ്തോത്രം. ഈ സഭ എന്ന എല്ലാവരും പഠിക്കാൻ വേണ്ടി പറയാം. സഭ എന്ന പ്രയോഗം മലയാള ഭാഷയിൽ അത്ര വലിയ ആത്മീയതയുള്ള പദമൊന്നുമല്ല. മനസ്സിലായോ? കർത്താവിൻ്റെ വക അങ്ങനൊരു പ്രയോഗം, അല്ലെങ്കിൽ കർത്താവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നൊക്കെയുള്ള മലയാള പ്രയോഗത്തിന് തത്തുല്യമായ ഒരു ഒറ്റപ്പദം പറയാനില്ലാത്തത് കൊണ്ട് ഭാഷയിൽ നമ്മൾ കടമെടുത്ത പദമാണ് ഏത്? സഭ. സ്വതന്ത്രം. സഭ എന്ന് പറയുന്ന പ്രയോഗത്തിന് അതൊരു ആത്മീയതയില്ല. ആത്മീയത ഇല്ലെന്ന് പറയാൻ കാരണം നിയമസഭ കേട്ടിട്ടുണ്ടോ? നിയമസഭ, ആദിവാസി ഗോത്ര മഹാസഭ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഓരോ ജാതിക്കും അവരവരുടേതായിരിക്കുന്ന സഭകളുണ്ട്. മനസ്സിലായില്ലേ? സാഹിത്യസഭ കേട്ടിട്ടില്ലേ? ഇങ്ങനെ സഭകൾക്കിടയിലാണ് ദൈവസഭ. ഓക്കെ. അപ്പം സഭ എന്ന പദത്തിന് യാതൊരു കഴമ്പുമില്ല. അപ്പം പിന്നെ എന്തോ വരണ്ടെന്നറിയാമോ? കർത്താവിൻ്റെ വക, കർത്താവിൻ്റേത് എന്നുള്ളതാണ്. അതിൻ്റെ പ്രയോഗമാണ് ചേർച്ച് എന്ന ഇംഗ്ലീഷ് പ്രയോഗം. ചേർച്ച്. ചർച്ച് എന്ന പ്രയോഗം വന്നിട്ടുള്ളത് ജർമ്മൻ ഭാഷയിലെ കേർച്ച് എന്ന പദത്തിൽ നിന്നാണ്. കേർച്ച്, KEARCH, കേർച്ച്. കേർച്ച് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോഴാണ് ചേർച്ച് ആയത്. ഈ കേർച്ച് എന്ന പദം സ്കോട്ടിഷ് ലാംഗ്വേജിൽ നിന്ന് വന്നാണ്. സ്കോട്ടിഷ് ലാംഗ്വേജിലെ പദം ഏതാണെന്നറിയാമോ?
കിർക്ക് എന്ന പദമാണ്. KIRK, കിർക്ക്. മലയാളത്തിലൊരു കിർക്കുണ്ട്, അതല്ല. ഇത് സ്കോട്ടിഷ് ഭാഷയിലെ കിർക്ക് എന്നൊരു പദമുണ്ട്. ആ കിർക്കാണ് ജർമ്മനിയിൽ കേർച്ച് ആയത്. ആ ജർമ്മൻ പദമാണ് ഇംഗ്ലീഷിൽ ചേർച്ച് ആയത്. ഇനി സ്കോട്ടിഷിൽ കിർക്ക് എന്ന പദം വരാനുള്ള കാരണം ഏതാണെന്നറിയാമോ? അതിന് പറ്റിയ പദം ഏതാണെന്നറിയാമോ? കുറിയാക്കോൺ എന്ന പദമാണ്. കുറിയാക്കോൺ, കൂറിയോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ്. കുറിയാക്കോൺ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വക. കണ്ടോ, കർത്താവിൻ്റെ വക എന്ന ഗ്രീക്ക് പ്രയോഗമാണ് കിർക്കായത് സ്കോട്ടിഷിൽ. ആ സ്കോട്ടിഷ് പദമായ കിർക്ക് ജർമ്മനിയിൽ വന്നപ്പോൾ കേർച്ചായി. ആ കേർച്ച് ഇംഗ്ലീഷിൽ വന്നപ്പോൾ ചർച്ചായി. ചർച്ചിന് കർത്താവിൻ്റെ വക എന്നുള്ളതിന് ഒറ്റപ്പദം മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എടുത്ത പദമാണ് ഏത്? സഭ. സഭ എന്ന പദത്തിന് അതൊരു കഥയില്ല. അപ്പോൾ പിന്നെ ഇനി മുതൽ ഞാൻ ചർച്ച എന്നേ പറയുള്ളൂ എന്ന് തീരുമാനവും പ്രതിഷ്ഠയൊന്നും എടുക്കണ്ട. സഭയെന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം അതല്ലാതെ നമുക്ക് വേറെ നിർവാഹമില്ല. ഇത്രയും നാൾ സഭയെന്ന് പറഞ്ഞിട്ട് ഇനി മുതൽ ഉറവയ്ക്ക് കൺവെൻഷൻ കഴിഞ്ഞപ്പം മുതൽ ചർച്ച എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു പത്രാസ് എന്ന് പറഞ്ഞ് നാട്ടുകാരെ കൊണ്ട് കേൾപ്പിക്കണ്ട. സഭയെന്ന് പറഞ്ഞു അത് ഇത്ര വലിയ അപരാധമൊന്നുമല്ല. കർത്താവിൻ്റെ വകയെന്നാണ് അർത്ഥം എന്നറിയണം. ഇത് വേറെ ആരുടെയും വകയല്ല, കർത്താവിൻ്റെ വകയാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? പലരുടെയും വകയാണെന്ന് അവരവകാശപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്ക് അവകാശപ്പെടാം. വേദവചന ബോധമുള്ളവർക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. അവരുടെയാണെന്ന് അവരവകാശപ്പെടുന്നത് ഭൂമി, ചർച്ച നിൽക്കുന്ന ഭൂമി അവരുടേതാണ്. ബിൽഡിങ്, കമ്പി, കട്ട, കല്ല്, സിമെൻറ്റ്, പെയിൻറ്റ്, തടി ഒക്കെ വാങ്ങിച്ചത് അവരുടെ കീശയിലെ കാശ് കൊണ്ടാണ്. അതിനകത്ത് പങ്ക കറങ്ങുന്നത് ആരാണ്ട് പൈസ മുടക്കിയതുകൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടേതാണ് സഭയെന്ന് പറയുന്നത് പണം മുടക്കിയത് കൊണ്ടാണ്. പക്ഷേ കർത്താവിൻ്റെതാണ് സഭയെന്ന് പറയുന്നത് പണമല്ല മുടക്കിയത്, പ്രാണനാണ് മുടക്കിയത്. പ്രാണൻ മുടക്കിയവൻ്റെതാണ് സഭ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായല്ലോ? അപ്പം കർത്താവിൻ്റെ വക എന്നുള്ള അർത്ഥത്തിലാണ് സഭ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് സാധാ ഒരു കൂട്ടമല്ല, ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയല്ല, ഒരു ജനസംഘ ശക്തിയല്ല, ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം കൂട്ടമല്ലത്. പിന്നെ സകല ജാതികളിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട ജനതയുടെ ഒരു കൂട്ടായ്മയാണത്. അതുകൊണ്ട് അതിനെ വിളിക്കണം സത്യസഭ. എത്ര പേർക്ക് സന്തോഷമുണ്ട് സത്യസഭ എന്ന് കേൾക്കും? ഇനി എന്തുകൊണ്ടാണ് സഭയെ സത്യസഭയെന്ന് വിളിക്കണമെന്ന് പറയാൻ കാരണം ഞാൻ ഈ പറയുന്ന 1, 2, 3, 4 നോട്ടുകൾ കരുതിക്കൊള്ളണം. സത്യസഭ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഉടമസ്ഥൻ സത്യദൈവമാണ്. സത്യദൈവത്തിൻ്റെ ആ സഭ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ അല്ല. പിന്നെ ആരുടെയാ? സത്യദൈവത്തിൻ്റെ. ദൈവത്തെ സത്യദൈവം എന്ന് വിളിക്കുന്ന വാക്യം ഏതാ? യോഹന്നാൻ 17:3 ഏക സത്യദൈവം. 1 യോഹന്നാൻ 5:20 സത്യദൈവത്തെ വെളിപ്പെടുത്തുവാൻ കർത്താവ് വന്നു എന്ന് വായിക്കുന്നു. ആവർത്തനം 7:9 വാക്യം അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, യഹോവ സത്യദൈവമാണ്. യിരെമ്യാ പ്രവചനം 10:10 വാക്യം അവിടെ വായിക്കുന്നതും യഹോവയോ സത്യദൈവമാണ്. അങ്ങനെ സത്യദൈവം എന്ന് പറയുന്ന ഒട്ടനവധി വാക്യങ്ങളുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 1:9 വാക്യം അവിടെ പറയുന്നു, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് സത്യദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അപ്പം സത്യദൈവത്തിൻ്റെ സ്വന്തമാണ് സഭ എന്നുള്ളത് കൊണ്ട് സഭ എന്തോ വിളിക്കണം? പറ, സത്യസഭ എന്ന് തന്നെ പറയണം. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഈ സഭയെ സത്യസഭ എന്ന് വിളിക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്താണെന്നറിയാമോ? സഭയുടെ തല ഞാൻ സത്യമാണെന്ന് അവകാശപ്പെടുന്ന ക്രിസ്തുവാണ്. കർത്താവ് പറയുന്നുണ്ട്, ഐ ആം ദ ട്രൂത്ത്. ഞാൻ ആരാന്നാ? സത്യമാണെന്ന്. ഒരേ ഒരുവനെ ഉലകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അതാരാ? നിമ്രോദല്ല, നെബൂഖദ്നേസർ അല്ല, ബെൽസസർ അല്ല. പിന്നെ ആരാ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഞാൻ സത്യമാണ്. ഞാനും സത്യമാണെന്നല്ല പറഞ്ഞത്, പിന്നെ ഞാൻ സത്യമാണ്. ഞാനും സത്യമാണെന്ന് പറയുമ്പം അങ്ങനെയുള്ള ആശയത്തിൽ പലരും വന്ന് വേദി നിന്നുകൊണ്ട് പറയുന്നത് എല്ലാം ഒന്നാ പറയുള്ളവരെ. അതൊക്കെ കേട്ടാലും നമ്മൾ ഗ്ലോറി പറയും, അത് വേറൊരു കാര്യമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞതല്ലേ, സമ്മതിക്കാതിരിക്കാൻ പറ്റൂ. എല്ലാം ഒന്നും സത്യമല്ല, സത്യം ഒന്നേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. അത് പറയാനുള്ള നെഞ്ചുറപ്പാണ് ഞങ്ങൾക്ക് ഉപദേശവർഗത്തിനുള്ളത്. അത് പറയേണ്ടി വരുമ്പം മുമ്പോട്ട് വീണ് ജാഗണ്ട വന്നാലും ഇത് പറഞ്ഞിട്ടേ ചാവുള്ളൂ. എല്ലാം സത്യമല്ല, ക്രിസ്തു മാത്രമാണ് സത്യം. ക്രിസ്തു പറയുന്നു ഐ ആം ദ ട്രൂത്ത്. അപ്പം സഭയുടെ ഉടമസ്ഥൻ സത്യദൈവമാണ്. സഭയുടെ തല എന്ന് പറയുന്നത് ക്രിസ്തു എന്ന സത്യമാണ്. ഇനി സഭയെ സത്യസഭ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയാമോ? അടുത്തത് കേട്ടോണം. സഭയെ നിയന്ത്രിക്കുകയും നിയോഗിക്കുകയും നടത്തുകയും ചെയ്യുന്നത് വെറും ആത്മാവല്ല, സത്യാത്മാവാണ്. സത്യാത്മാവ്. ഈ ക്രിസ്തു സത്യമാണ് എന്ന് പറഞ്ഞത് യോഹന്നാൻ 14:6 വാക്യത്തിലാണ്. വാക്യം മറന്നു പോകരുത്. യോഹന്നാൻ 14:6 ഐ ആം ദ ട്രൂത്ത് എന്ന് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന 14:6 വാക്യമാണ്. ഇനി സഭയെ നടത്തുന്നത് വെറും ആത്മാവല്ല, പിന്നെ ഏതാത്മാവാ? സത്യാത്മാവാണ്. നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ പേരെന്തോ?
സമ്മതിക്കുന്നുണ്ടോ? അത് നമ്മൾ വ്യാപരിക്കുന്ന ആത്മാവേദ സത്യാത്മാവാണെന്ന് സമ്മതിക്കുന്നു തലയനക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ സമ്മതിച്ചേ പറ്റൂ. ഈ കുശുംബ, കുന്നായ്മ, ഈർഷ്യ, പക, പിണക്കം, ധാർഷ്ട്യം, ധിക്കാരം, താൻപോരിമ, അഹന്ത, അഹങ്കാരം, നാത്തും പോര്, അമ്മാവിയമ്മ പോര്, മരുമകൾ പോരുള്ളവരുടെയൊക്കെ ഇടയ്ക്ക് അവരുടെ ഉള്ളിൽ വസിക്കുന്നത് ഏതാത്മാവാന്ന് പറ. അതിനാ തലയാട്ടിയവർ മിണ്ടാതിരിക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞ ആത്മാവ് ഏതാത്മാവാ? കമോൺ, ആത്മാവേദ? സത്യാത്മാവാണ് സഭയെ നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മിണ്ടാട്ടമില്ലായ്മയും ഉരിയാട്ടമില്ലായ്മയൊക്കെ സൂക്ഷിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ആത്മാവേദാന്ന് പറ. അവസരം അനുകൂലമായി ഒത്തുകിട്ടിയാൽ പാപത്തിലേക്ക് മൂക്കുകുത്തുന്നവന്റെ അകത്ത് വസിക്കുന്ന ആത്മാവേദാന്ന് പറ. കീബോർഡിന്റെ കറുത്തതും വെളുത്തതുമായ കട്ടകളിലൂടെ കലാകാരൻ വിരലോടിക്കുമ്പോൾ, വലിച്ചു കെട്ടിയ കമ്പിയിൽ മൃദുവായി തട്ടുമ്പോൾ ഉണ്ടാകുന്ന നാദവിസ്മയം, വലിച്ചു കെട്ടിയ തുകലിലെ കാഞ്ഞു തട്ടുമ്പം എന്ത് ഹരി പോയോ? ഹരിപ്പാടായോ? സ്വത്രം. ഇന്നലെ തകർക്കുന്നുണ്ട് ഇവിടെ നിന്ന്. ആ വലിച്ചു കെട്ടിയ തുകലിലേക്ക് വിരലുകൾ പെറുക്കിയിടുമ്പോൾ ഉണ്ടാകുന്നൊരു സരിഗമപദനിയില്ലേ, അതൊക്കെ കേൾക്കുമ്പോൾ എന്നെ ആവേശമാണ്. അങ്ങ് പെരുവിരൽ മുതൽ അങ്ങോട്ട് കയറുകയല്ലേ ഒരാവേശം. സ്വത്രം. അന്നേരം അടുത്ത് നിൽക്കുന്ന അളിയനോട് മിണ്ടത്തില്ല, തൊട്ടടുത്തിരിക്കുന്ന നാത്തൂനോട് മിണ്ടത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് സത്യാത്മാവല്ലേ? താളവിസ്മയത്തിലുണ്ടാകുന്നൊരു ഉന്മാദമാണ് പലർക്കും ഉണർവെന്ന് പറയുന്നത്. വർഷിപ്പ് ലീഡർ പറയുന്ന ചില വൈത്താരികളുടെ ആവേശമാണ് പലർക്കും ആരാധന. പക്ഷേ ജീവിതത്തെ സത്യമായി സൂക്ഷിക്കുന്നവൻ്റെ അകത്ത് മാത്രമേ സത്യാത്മാവ് വ്യാപരിക്കുകയുള്ളൂ. അവർക്ക് വിമർശനമില്ല, വിരോധമില്ല, വിദ്വേഷമില്ല, വിഭാഗികതയില്ല. അവർക്ക് താൻപോരിമയില്ല, അഹന്തയില്ല, അഹങ്കാരമില്ല. സത്യാത്മാവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് എത്ര അവസരങ്ങൾ അനുകൂലമായി ഒത്തുകിട്ടിയാലും പൈശാചിക വ്യാപാരത്തോട് യേശുവിൻ്റെ നാമത്തിൽ അടങ്ങ് എന്ന് പറയാനുള്ള ആർജവത്വം അകത്ത് സൂക്ഷിക്കുന്നവരല്ല സത്യാത്മാവ് വസിക്കുന്നത്. ബോധ്യമായവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. അപ്പം സത്യദൈവത്തിൻ്റെ ഉടമസ്ഥത, സത്യമെന്ന ക്രിസ്തു തലയായ സഭ, സത്യാത്മാവിനാൽ നടത്തപ്പെടുന്ന, സത്യാത്മാവ് എന്നുള്ള വാക്യം ഏതാ? യോഹന്നാന്റെ സുവിശേഷം 16:13 സത്യാത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും എന്തോ ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സത്യാത്മാവെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി മുൻപോട്ട് പോകാം. ഇത് മൂന്നും മാത്രമല്ല. അപ്പോൾ ഈ പരിശുദ്ധ തൃത്വം കണ്ടോ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, സത്യത്തിൻ്റെ തിളക്കമാണ്. സത്യമാണ് ഈ മൂന്നാളത്വ മഹിമകളും. ശ്രദ്ധിക്കണം, മൂന്ന് ദൈവങ്ങളല്ല, ഒറ്റ ദൈവത്തിന് മൂന്നാളത്വ മഹിമകൾ. ആ മൂന്നാളത്വ മഹിമകളും സത്യമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ തന്നത്. ഇനി അതുമാത്രമാണോ? സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നറിയാമോ? സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ? അത് സത്യവചനമാണ്. വെറും വചനമല്ല, പിന്നെ സത്യവചനമാണ്. എവിടെയാ സത്യവചനം എന്ന വാക്യം? യോഹന്നാൻ 17:17 യോഹന്നാൻ 17:17 പറയുന്നു, സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനം എന്തുവാകുന്നു? സത്യമാകുന്നു. ഞാൻ ഈ വാക്യം വായിപ്പിക്കാതെ പോകുന്നത് ഉറവയ്ക്കൽ വാക്യം വായിക്കാൻ അറിയാത്തവരുണ്ടെന്നുള്ള ചിന്തയിലല്ല. നിങ്ങളൊക്കെ മിടുമിടുക്കുകളും മിടുമിടുക്കന്മാരുമാണ്. വാക്യം പറഞ്ഞു തീരുന്നതിന് മുമ്പ് വായിക്കാൻ കരുത്തുള്ളവർ വേദിയിലും സദസ്സിലുമുണ്ട്. സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു വിടുക, അത് കുറിച്ചുകൊണ്ട് പൊക്കോണം. യോഹന്നാൻ 17:17 പറയുന്നത്, സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനം എന്താകുന്നു? സത്യവചനമാണ്. 2 തിമോഥെയോസ് 2:15 പറയുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് പഠിക്കണം. അപ്പം വചനമാണ് ദൈവസഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് സഭ എന്തോ വിളിക്കണം? പറ, സത്യസഭ എന്ന് വിളിക്കണം. 4 കാര്യങ്ങളായില്ലേ? 5ാമതൊരു കുറിപ്പും കൂടെ കുറിച്ചോളൂ. 5ാമത്തേതെന്ന് പറയുന്നത്, ഈ സഭയിൽ വ്യാപരിക്കുന്ന കൃപയുണ്ടല്ലോ, അത് സത്യകൃപയാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? സത്യകൃപയാ. ആ കൃപയാണ് നമ്മെ നിർത്തിയത്. 2024 അവസാന സമയം ഉറവയ്ക്കൽ കൺവെൻഷൻ ആരോഗ്യത്തോടെ വന്ന് കസേരയിൽ ഇരുന്ന് പാടി ആരാധിച്ചു വചനം കേട്ട് അതിന് അനുസൃതമായി സ്തോത്രം പറയാനൊക്കെ കർത്താവ് ആരോഗ്യം തന്നത്. മുമ്പേ പ്രിയ മോൻ പറഞ്ഞതുപോലെ നമ്മൾ കഴിച്ച ഗുളികയുടെ മഹത്വമല്ല, നമ്മൾ കണ്ടെത്തിയ വിദഗ്ധനായ ഡോക്ടറുടെ വൈദഗ്ധ്യം കൊണ്ടൊന്നുമല്ല, നമ്മൾ റോഡിൻ്റെ ഓരം ചേർന്ന് പോയത് കൊണ്ടല്ല. സുഹൃത്തെ, താങ്കൾക്ക് ഡ്രൈവിങ്ങിൽ വിദഗ്ധമായ വൈദഗ്ധ്യമുള്ളത് കൊണ്ടൊന്നുമല്ല. പിന്നെന്താണെന്നറിയാമോ? സത്യകൃപ താങ്കളെ ചുറ്റി നിന്നതുകൊണ്ട് മാത്രമാണ്. എത്ര മരണഭവനങ്ങൾ സന്ദർശിച്ചു താങ്കൾ? സെമിത്തേരിയിലേക്ക് എടുത്ത് ചുമന്നുകൊണ്ട് പോയ മൃതശരീരത്തിൻ്റെ പെട്ടിയുടെ മൂലയ്ക്ക് താങ്കളും പിടിച്ചിരുന്നില്ലേ? ഇഴയടുപ്പമുള്ള നിരവധി ആളുകളെ ആഴത്തിൽ താഴ്ത്തി വെച്ചില്ലേ താങ്കൾ? നിറകണ്ണുകളോടല്ലേ അവിടുന്ന് പോന്നത്? എത്ര മരണഭവനങ്ങൾ, എത്ര ആക്സിഡൻറ്റുകൾ കണ്ടു കേട്ടു നമ്മൾ, എത്ര പേരെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു. പക്ഷേ ഇന്ന് രാത്രി ആരോഗ്യത്തോടെ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന്
എന്തുകൊണ്ടാണെന്നറിയാമോ? സത്യകൃപ നമ്മെ വ്യാപരിച്ചത് കൊണ്ടാണ്, സത്യകൃപ നമ്മെ പൊതിഞ്ഞതുകൊണ്ടാണ്. ആ കൃപ വീണ്ടും സത്യമായി തുടരും. വേദപുസ്തകത്തിൽ ഒരൊറ്റ വാക്യമേ ഉള്ളൂ, സത്യകൃപ. സത്യകൃപ, സത്യകൃപ എന്ന് പറയുന്നത് 1 പത്രോസ് ലേഖനം 5:12 വാക്യമാണ്. നാം നിൽക്കുന്ന ഈ സത്യകൃപ എന്ന് പറയുന്ന പ്രയോഗം വെറുമൊരു കൃപയല്ല നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുന്നത്, സത്യകൃപയാ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ഈ 5 കാര്യങ്ങൾ വളരെ ശക്തമായി സത്യത്തെ പ്രകാശിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതിനധിഷ്ഠിതമായി സഭ എങ്ങനെയുള്ള സഭയാണെന്ന് പറയുക? സത്യസഭയാ. ആ സത്യസഭയുടെ പ്രതീക്ഷയാണ് കർത്താവിൻ്റെ പ്രത്യക്ഷത. ആമേൻ. അതാണ് നമ്മൾ ഇനി ചിന്തിക്കാനായി പോവുക. ജീവനായ ക്രിസ്തുവിൻ്റെ ഈ പ്രത്യക്ഷത, അതാണ് വെളിപ്പെടൽ എന്ന് പറയുന്നത്. അവൻ വെളിപ്പെടുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുമെന്നാണ് പറയുക? തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ കർത്താവ് പ്രത്യക്ഷമാകും. ഇനി ഞാൻ വേഗം ഓടിച്ചങ്ങ് പറഞ്ഞു വിടുകയാണ്. എപ്പോഴാണ് കർത്താവ് പ്രത്യക്ഷമാകുക? എവിടെ നിന്നാ പ്രത്യക്ഷമാകുക? എങ്ങനെയാ പ്രത്യക്ഷമാകുക? എന്തിനാ പ്രത്യക്ഷമാകുക? ഇതെല്ലാം കൂടെ പറയാൻ നേരം ഒത്തിരി വേണം. എങ്കിലും പറയുക, എവിടെ നിന്ന് വരും എന്നുള്ളത് ആദ്യം പഠിക്കണം. എവിടെ നിന്നാ പ്രത്യക്ഷമാകുക? നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷമാകുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? ഫിലിപ്പിയ ലേഖനം 3:20, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന്. ഓഹോ, എത്ര പേർക്ക് സന്തോഷമുണ്ട്! കർത്താവ് എവിടെ നിന്നാണ് പ്രത്യക്ഷമാകുന്നത്? ഉറവയ്ക്കൽക്കാർ കേട്ടോണേ. യഹൂദ മര്യാദ പ്രകാരം ഈ മണ്ണിൽ അടക്കം ചെയ്യപ്പെട്ട, ഭൂമിയിൽ അടക്കം ചെയ്യപ്പെട്ട, റുമാല് കൊണ്ട് ശീല കൊണ്ട് പൊതിഞ്ഞു കെട്ടി 100 റാത്തൽ തൂക്കമുള്ള സുഗന്ധവർഗമിട്ട് നിക്കോദിമോസും യോസഫും കൂടെ ഒരുമിച്ച് ആ സഖ്യം ചെയ്തെടുത്ത മഹത്തായ പ്രവൃത്തിയാണ്, പുണ്യമാണ് യേശുവിൻ്റെ ശവസംസ്കാരം, ഫ്യൂണറൽ എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ അടക്കം ചെയ്യപ്പെട്ട കർത്താവ് എവിടെ നിന്ന് വരുമെന്നാണ് പറഞ്ഞേ? സ്വർഗത്തിൽ നിന്ന് വരുക. എൻ്റെ ആശയം വല്ലതും മനസ്സിലായോ? ഇവിടെ അടക്കം ചെയ്ത് ഭാരമുള്ള കല്ല് മുരുട്ടി വെച്ച് നല്ല കാവൽക്കാരെ കാവലുമാക്കി വെച്ചു. അങ്ങനെ ബന്ധവസായിരുന്നു ആ കല്ലറ്. എന്നിട്ട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇവിടെ അടക്കം ചെയ്യപ്പെട്ടവൻ എങ്ങനെയാ സ്വർഗത്തിൽ നിന്ന് വരിക? അങ്ങനെ വരുമ്പോൾ ദൈവമക്കളുടെ ഉൾത്തടം ത്രസിക്കുന്നൊരു വിചാരം, 2 കാര്യങ്ങളുണ്ട്. അക്കമിട്ട് പഠിക്കാൻ 2 കാര്യം. ഇവിടെ മരിച്ച് അടക്കപ്പെട്ട കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരണമെങ്കിൽ പുനരുദ്ധാനം പ്രാപിച്ചിട്ടുണ്ട്. പുനരുദ്ധാനം പ്രാപിച്ച യേശുവാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ജീവനായ ക്രിസ്തു. പുനരുദ്ധാനം അതുകൊണ്ട് മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല. നമ്മുടെ കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചു. അതുകൊണ്ട് തന്നെ ആ ജീവനായ ക്രിസ്തു എന്ന് വിളിക്കുന്നത്, ആ ജീവനായ ക്രിസ്തുവിനെ ഏറ്റെടുക്കുന്ന നമുക്കൊരു പുനരുദ്ധാനമുണ്ട്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കൊരു ഉയർപ്പുണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പ് തരികയാണ്. ആ ഉറപ്പുള്ള ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഇവിടുന്ന് എന്തോ ചെയ്തു? ഉയർത്തെഴുന്നേറ്റ് യേശു ഗതി കിട്ടാത്ത പ്രേതമായി ഭൂമിയിൽ അലയുകയായിരുന്നില്ല. പകരം 40 ദിവസം താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചിട്ട് എങ്ങോട്ട് പോയെന്നാ? സ്വർഗാരോഹണം ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു. 11-ാം വാക്യത്തിൽ ദൂതന്മാർ 2 പേര് നിന്നുകൊണ്ട് പറയുന്നു, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ എന്തോ ചെയ്യും? എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ആളുകൾ ഒരു ഊഹാഭോഗത്തിലല്ല ജീവിച്ചു പോവുക, ഒരു മിഥ്യയിൽ അല്ല നമ്മൾ പോവുക, സത്യത്തിലാണ് നമ്മൾ നിലകൊള്ളുക. വെറുതെ പുരാണത്തിലോ വെറുതെ ഇതിഹാസത്തിലോ ആരാണ്ട് പറഞ്ഞു വെച്ച ഏതാണ്ട് കഥയിലോ വിശ്വസിച്ചുകൊണ്ടല്ല നമ്മുടെ ഈ വിശ്വാസ ജീവിതം. കർത്താവ് മരിച്ചു എന്നുള്ളത് ശരിയാണ്, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പാതാളത്തിൽ നിന്ന് കയറി വരുന്ന യേശുവിനെ നോക്കി ഇവിടെ നിൽക്കുന്നവരല്ല നമ്മൾ. ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും അവിടെ നിന്ന് നമുക്ക് വേണ്ടി മടങ്ങി വരികയും ചെയ്യുന്നവനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാണ് നമ്മൾ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയാണ് നമ്മിൽ വ്യാപരിപ്പിച്ചിരിക്കുന്നതെന്നും കൂടെ തിരിച്ചറിഞ്ഞോണം. പേടിക്കരുത് ശത്രുവിനെയും അവൻ്റെ തന്ത്രങ്ങളെയും ഒന്നും. കാരണം ഉയർപ്പിൻ്റെ ശക്തിയാണ് നമ്മിൽ വ്യാപരിപ്പിച്ചിരിക്കുന്നത്. അതാ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞ പൗലോസ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യത്തിൽ പറയുന്നു, അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എനിക്ക് അറിഞ്ഞ പോരാ, അനുഭവിച്ചറിയണം. എത്ര പേർ ആഗ്രഹിക്കുന്ന പുനരുദ്ധാനത്തിൻ്റെ ശക്തിയുടെ വല്ലഭത്വം ശരീരകലകളിൽ, നാഡീ ഞരമ്പുകളിൽ, അസ്ഥി വ്യൂഹങ്ങളിൽ ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അങ്ങോട്ട് വ്യാപരിക്കുമ്പോൾ നിന്നെ അടച്ചു വെക്കാൻ ശ്രമിച്ച ചില പോരുകൾ വഴി തുറന്ന് മാറാനിടയാകും. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. ഇനി നീ പുറത്തു വരികയില്ലെന്ന് വാദിക്കുന്ന ചില ശത്രുവിൻ്റെ
പോരുകളുണ്ട്. ആ ശത്രു അടച്ച വാതിലിനെ തുറന്ന് ആരോഗ്യത്തോടെ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ആ ശക്തിയുടെ പേരാണെന്ന് പുനരുത്ഥാനത്തിൻ്റെ ശക്തി. ഒരു ദുർവ്യാധി പിടിച്ചവൻ കിടപ്പിലായി പോയി, അവൾ ഇനി എഴുന്നേക്കത്തില്ല, ഈ കൺവെൻഷനൂടെ വരത്തുള്ളൂ, ഇനി അവൾ അടുത്ത ദിവസം വരത്തില്ല, ഓടിച്ച് തകർത്ത് തരിപ്പണമാക്കി കിടക്കയിൽ ഞാൻ വീഴ്ത്തിക്കളഞ്ഞു എന്ന് അവകാശപ്പെടുന്ന ദുഷ്ടശത്രുവിനോട് വഴിമാറ് എന്ന് പറഞ്ഞിട്ട് നാം ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ ഏറ്റെടുക്കുകയാണ്. പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുടെ വല്ലഭത്വത്തെ അകത്ത് നാം ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ച ഈ രാത്രി ശക്തമായ കരമടിച്ച് കർത്താവിനെ നാം സ്തുതിക്കട്ടെ. അഭിഷേകത്തിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം 12 ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓളം വെട്ടി ഒഴുകട്ടെ. ചില ഭയങ്ങൾ മാറിപ്പോകട്ടെ. അടഞ്ഞ ചില പാരമ്പര്യത്തിൻ്റെ കഥകൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ. യെസ്, ഹല്ലേലൂയ. അപ്പോൾ യേശു സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. ബോധ്യമായല്ലോ? എവിടുന്നാ വരുന്നത്? സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. അച്ഛാ എങ്ങനെയാ വരുന്നത്? കർത്താവ് സ്വർഗത്തിൽ നിന്ന് എങ്ങനെ വരുന്നത്? ചുമ്മാ ഇങ്ങോട്ട് വരികയല്ല. പിന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന 21 വാക്യം നോക്കണം. എങ്ങനെ വരുന്നതെന്നറിയാമോ? സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. സർവത്തിനും മീതെ ദൈവമായവൻ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. ഹല്ലേലൂയ. ആയുധങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ആശയങ്ങൾ കൊണ്ട് സുവിശേഷത്തെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന, പള്ളി പൊളിക്കാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ സുവിശേഷ വിരുദ്ധ ശക്തികളെ മുഴുവനും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരുവൻ ഇറങ്ങി വരാൻ പോവുകയാണ്. ആമേൻ. എത്ര സുവിശേഷകന്മാരാ മൃഗീയമായി മർദ്ദിക്കപ്പെടുന്നറിയാമോ? മതനിരപേക്ഷത, മതബഹുലത കണ്ടോ എന്നൊക്കെ വാദോരാതെ നമ്മുടെ ജനനേതാക്കന്മാർ വായ്ത്താരി പറയുമ്പോഴും മതനിരപേക്ഷതയും ബഹുസ്വരതയൊന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കേരളം പ്രബുദ്ധ കേരളമായതുകൊണ്ട് പ്രതിസന്ധികൾ അനവധി ഇല്ലാത്തത് എന്നിട്ടുമുണ്ട് അവിടെയും ഇവിടെയുമൊക്കെ. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ സഭകൾ അനുഭവിക്കുന്ന വ്യഥകൾ ഭയാനകമായ ലജ്ജാകരങ്ങളാണ്. കഴിഞ്ഞ ദിവസം കണ്ടു, വേദപുസ്തകത്തിൽ ചവിട്ടി നിൽക്കുവാൻ ആജ്ഞാപിക്കുന്നു വടിയും കടാരയും ഒക്കെയായി. പാവപ്പെട്ട ഒരുവനെ വേദപുസ്തകത്തിൽ ചവിട്ടുന്നു, തുറന്നു വെച്ചിട്ട് 2 കാലും അതിലെടുത്തു വയ്ക്കാൻ പറയുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഗർഭിണിയായ ഭാര്യയുടെ നെറ്റിക്ക് കുങ്കുമം ചാർത്തി വയ്ക്കുന്നു. എന്നിട്ട് അവർ ആക്രോശിക്കുക, അവരുടെ ദൈവത്തിങ്കിലേക്ക് ഇവരെ നേടിയെന്നൊക്കെ പറഞ്ഞ് കിരാതത്വത്തിൻ്റെ, നരാധമത്വത്തിൻ്റെ, പൈശാചികതയുടെ ഒരു വല്ലാത്ത വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി. ഞാനൊരു കാര്യം പറയാം, അതൊക്കെ ഇവിടെ നടക്കും. അതൊക്കെ അധികാരത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് ഇവിടെ നടക്കും. ഭരണം ഞങ്ങളുടെ കയ്യിലാണെന്നുള്ളത് കൊണ്ടൊക്കെ അത് നടന്നെന്നിരിക്കും. പക്ഷെ ഒരു കാര്യം കേട്ടോണം, വേദപുസ്തകത്തിൻ്റെ ശക്തമായ ഒരു കാര്യം ഞങ്ങൾ തുറന്നു പറയുന്നത്, സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന കർത്താവ് തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ ചെറുത്ത് നിൽക്കാൻ തൻ്റെ ഇടമുള്ള നെഞ്ചുറപ്പുള്ള ഒരു ശക്തിയും ഒരധികാരവും ഒരു ഭരണ സംവിധാനവും ഇവിടെ ഉണ്ടാകില്ല. കർത്താവ് സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയാൽ ഇറങ്ങി വന്നിട്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ളതാക്കി മാറ്റും. എത്ര പേർക്ക് പ്രതീക്ഷയുണ്ട്? എത്ര പേർക്ക് പ്രതീക്ഷയുണ്ട്? നമ്മുടെ ശരീരം താഴ്ച ഉള്ളതാണെന്ന് സമ്മതിക്കുന്നുണ്ടോ? ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ വാരി പൊട്ടിയടിക്കുന്ന പോലെ അടിച്ച് ഗേറ്റപ്പാക്കി കൊണ്ടു നടക്കുന്ന നമ്മുടെ ശരീരം താഴ്ച ഉള്ളതാണെന്ന് വല്ലതും സമ്മതിക്കുമോ? സ്വതന്ത്രം സമ്മതിച്ചേ പറ്റുള്ളൂ. എത്ര വില കൂടിയ പെർഫ്യൂമൊക്കെ അടിച്ച് ടീപ്പ് ടോപ്പായിട്ട് നടക്കുക. പക്ഷെ നമ്മുടെ ശരീരം എന്തോ ഉള്ളതാ? മലയാളക്കരയുടെ പ്രസംഗങ്ങളുടെ പ്രഭു എന്നൊക്കെ ഞാൻ വിശേഷിപ്പിക്കുന്ന പകരം വയ്ക്കാനില്ലാത്ത അനുഗ്രഹീത കർത്തൃദാസൻ. ഉറവയ്ക്കലൊക്കെ വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വലിയൊരു ദാസൻ വാർദ്ധക്യ സഹജമായ ക്ഷീണം കൊണ്ട് ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. കേൾക്കുമായിരിക്കും ഒരു പക്ഷേ ഈ സന്ദേശമൊക്കെ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് താഴ്ചയുള്ളതാണെന്ന് അദ്ദേഹം തെളിയിക്കാൻ വേണ്ടി പറഞ്ഞ നർമ്മം മനസ്സിലേക്ക് ഓർമ്മ വരിക. ആരാ? വേറെ ആരുമല്ല, നമുക്ക് പ്രിയങ്കരനായ പാസ്റ്റർ ലാസർ വി മാറ്റ്. അദ്ദേഹം പറയുന്നതിന് ശരീരത്തിന് താഴ്ച ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് പുളി 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 പുളി, ഇരുമ്പം പുളി, വാളം പുളി, കോടം പുളി എന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ പറയുന്ന സ്തോത്രം ശോസ്ത്രമായി പോകുന്ന അദ്ദേഹത്തിൻ്റെ നർമ്മമല്ലേ? അതിനൊരു വിലയുണ്ടതിന്. സ്തോത്രം അല്ല. ഇനിയിപ്പോൾ കുറച്ചു നേരം ആരും സ്തോത്രം പറയല്ലേ, ചാറ്റമഴ തെറിക്കും. ഇരുമ്പിച്ചിപ്പുളി, വാളംപുളി എന്നൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വായിൽ വെള്ളം വരുന്നില്ല. അത് നമ്മുടെ ശരീരത്തിൻ്റെ താഴ്ചയാണെന്ന്. ശരീരത്തിൻ്റെ താഴ്ചയാണ്. ഈ താഴ്ചയുള്ള ശരീരം പല രോഗബീജങ്ങളുടെ പാത്രമാണ്.
ഇതിനെ ഈ താഴ്ച മാറ്റി മഹത്വമുള്ളതാക്കി മാറ്റാൻ കർത്താവ് വരും, തൻ്റെ ശരീരത്തോട് അനുരൂപമാക്കാൻ. അപ്പൊ എങ്ങനെയാ വരിക? സകലത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ടാ വരിക. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ എന്തോ ആക്കാനാ? മഹത്വമുള്ളതാക്കി മാറ്റാനാണ് വരിക. സ്തോത്രം. ഇനി അടുത്തത്, അങ്ങനെ വരുമ്പം നമ്മൾ എന്തോ ചെയ്യുമെന്നാ പറഞ്ഞേ? ആ തേജസ്സുള്ള കർത്താവിനോടൊപ്പം എന്തോ ചെയ്യും? തേജസ്സിൽ വെളിപ്പെടും. ആ പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? കർത്താവ് വരുമ്പോൾ എൻ്റെ കർത്താവിനോട് കൂടെ ഞാനും വെളിപ്പെടുമെന്ന് പ്രതീക്ഷയും പ്രത്യാശയുള്ളവരെ കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഇനി അങ്ങനെ വെളിപ്പെടാനുള്ള യോഗ്യത ഞാൻ അങ്ങോട്ട് പറയാൻ പോവുക. 1, 2, 3, 4 എന്ന യോഗ്യതകൾ അങ്ങോട്ട് പറയുമ്പോൾ ഈ പൊങ്ങിയ കരമെല്ലാം പിന്നെയും പൊങ്ങണം. സ്വതം അവസാനം എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ പാസ് എന്ന് പറയരുത്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും ക്രിസ്തുവിനോടൊപ്പം തേജസ്സിൽ എന്തോ ചെയ്യും? ഉറവയ്ക്കൽ കേട്ടോണേ, ക്രിസ്തു വെളിപ്പെടുമെന്നുള്ളത് വെറുതെ മനപ്പായസം കൊള്ളുന്ന കാര്യമല്ല, യാഥാർത്ഥ്യമാണ്, സംഭവിക്കാൻ പോവുകയാണത്. ലോകം കണ്ട് ഞെട്ടാൻ പോകുന്ന ഏറ്റവും മഹാസംഭവം ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ഒന്നാം ആഗമന ഉദ്ദേശം പാപം നീക്കാനായിരുന്നു. ആ ഉദ്ദേശത്തിൽ വേറൊന്നുകൂടെയുണ്ട്, മരണം നീക്കുക, പിശാചിനെ നീക്കുക. ഇങ്ങനെ പല ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഒന്നാം ആഗമന ഉദ്ദേശം. ഇനി രണ്ടാമത്തെ ആഗമനമാണ് ഞങ്ങൾ ഈ വെളിപ്പാടെന്ന് പറയുക, കാത്തു നിൽക്കുന്ന സഭയെ ചേർക്കേണ്ടതിന് വേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ കർത്താവിനോടുകൂടെ വെളിപ്പെടണമെങ്കിൽ ചില യോഗ്യതകൾ, ആ യോഗ്യതകൾ 1, 2, 3, 4 അക്കമിട്ട് നിരത്തുകയാണ്. അത് എന്നെ വീടുകളിലും വീഥികളിലുമൊക്കെ കടത്തിണ്ണകളിലൊക്കെ ശ്രദ്ധിക്കുന്നവർ കേട്ടോണം. ക്രിസ്തു മടങ്ങി വരും. മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിലായവരെ കൊണ്ടുപോകും. ആ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചില അടിസ്ഥാന യോഗ്യതകളുണ്ട്. അതിൻ്റെ യോഗ്യതകൾ കൃത്യമായി പറയുന്നു. ദൈവമക്കൾ കേൾക്കണം, എല്ലാവരും കേട്ടേ പറ്റും. ഒന്നാമത്തെ യോഗ്യത 1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായം 28-ാമത് വാക്യമാണ്. 1 യോഹന്നാൻ 2:28. ഞാൻ പറയുന്ന ചിന്തകൾ വെറും ബൗദ്ധികമല്ല. ഞാൻ പറയുന്ന ആശയങ്ങൾ വേദാനുസൃതമായി തെളിവുകൾ നിരത്തിക്കൊണ്ട്, വാക്യങ്ങൾ നിരത്തിക്കൊണ്ടാണ് പറയുക. 1 യോഹന്നാൻ 2:28 വാക്യം, കുഞ്ഞുങ്ങളെ, അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന്, നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവനിൽ വസിപ്പേ. എന്തോ ചെയ്യണമെന്നാ പറഞ്ഞേ? ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് മാത്രമേ ആ പ്രത്യക്ഷതയിൽ എടുത്തുകൊള്ളപ്പെടാൻ പറ്റത്തുള്ളൂ. പാട്ടുപാടി നടന്നാലും പ്രസംഗിച്ച് നടന്നാലും പോരാ, അത്ഭുത ശുശ്രൂഷകൾ ചെയ്താലും പോരാ. പിന്നെന്തോ ചെയ്യണം? ഡൽ ഇൻ ഹിം, ക്രിസ്തുവിൽ വസിക്കണം. ഈ ബോധങ്ങളെ പുറത്താക്കി നടന്നവരെ കർത്താവ് പുറത്താക്കിയ ചരിത്രം വായിച്ചിട്ടുണ്ടോ? പുള്ളി അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. എവിടെ ഉണ്ട് ഭൂതം, എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ്, ഭൂതമുണ്ടെങ്കിൽ വിളിക്കുമെന്നും പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് പുള്ളി. ഒരു ഭൂതമുണ്ട് ഉടനെ വേണം. ഈ നമ്മുടെ പാമ്പ് വന്നാൽ ഉടനെ ഒരാളിനെ വിളിക്കുമായിരുന്നില്ല, എന്തോ പുള്ളിയുടെ പേര്, വാവാ സുരേഷിനെ വിളിക്കും. പാമ്പ് വന്നാൽ ഉടനെ പുള്ളിയെ വിളിച്ചാൽ മതി. അതുപോലെ ഭൂതാത്മാക്കൾ ഉറഞ്ഞു തുള്ളിയാൽ വിളിക്കൂ എന്ന് പറഞ്ഞ് നമ്പർ എഴുതി വെച്ച ഭൂതങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് ആ പുള്ളിയെ പുറത്താക്കി. അപ്പോൾ ഈ പുള്ളിക്ക് സഹിக்க വയ്യാതെ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ നാമത്തിലെ ഭൂതങ്ങളെ പറയാം. മോനെ, അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ എനിക്ക് നിന്നെ അറിയത്തില്ല, നീ പൊക്കോളം. സ്തോത്രം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്ഭുത രോഗശാന്തി ശുശ്രൂഷയും പിന്നെ പാട്ടും പ്രസംഗവും സംഘാടക ശേഷിയും യോഗങ്ങൾക്ക് വേണ്ടി കോടികൾ ചെലവഴിച്ചതൊന്നും അല്ല ഇവിടെ കാര്യം. ക്രിസ്തുവിലാണോ വാസം? ആർ യു ഇൻ ക്രൈസ്റ്റ്? അതാണ് പ്രയോഗം. ഞാൻ അവിടെ യോഗം നടത്തി, ഇവിടെ യോഗം നടത്തി, അത് നടത്തി, ഇത് നടത്തി. അത്ര പേർക്ക് സ്കൂബി ഡേ ബാഗ് വാങ്ങിച്ചു കൊടുത്തു. എത്ര വീടിൻ്റെ മേക്കൂര ഞാൻ മാറ്റിയെന്നറിയാം, എത്ര പെൺപിള്ളാരെ ഞാൻ കെട്ടിച്ചു വിട്ടെന്ന്. ഇതൊക്കെ നല്ലതായിരിക്കാം, പക്ഷേ കർത്താവ് വെളിപ്പെടുമ്പോൾ കൂടെ സമാഗമിക്കണമെങ്കിൽ ഒന്നാമത്തെ യോഗ്യത ക്രിസ്തുവിൽ വസിക്കണം. 1 യോഹന്നാൻ 2:28 വാക്യം എത്ര കൃത്യമാണെന്നറിയോ? ശ്രദ്ധിച്ചു കേട്ടെ. ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം പറയുക. അതിന് ചെയ്യേണ്ടത് നാം ക്രിസ്തുവിനെ കൈക്കൊള്ളണം. ക്രിസ്തുവിനെ എന്തോ ചെയ്യണം? യോഹന്നാന്റെ സുവിശേഷം 1:12 കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യണം? കൈക്കൊള്ളണം. ആരായിട്ട്? ഏകരക്ഷകനും ഏകകർത്താവും ഏക ദൈവവുമായി കൈക്കൊള്ളണം, ഏക മധ്യസ്ഥനായി കൈക്കൊള്ളണം. ഇത് ശ്രദ്ധിച്ച് കേട്ടോണം, ഉറവയ്ക്കൽ. ഒത്തിരി മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിലൊരു മധ്യസ്ഥനായി ക്രിസ്തുവിനെ കൈക്കൊണ്ട പോരാ, ക്രിസ്തു ഏക മധ്യസ്ഥനാണെന്ന നിലയിൽ കൈക്കൊള്ളണം. ഒത്തിരി അവതാരങ്ങളുടെ കൂട്ടത്തിലൊരു അവതാരമാണ് യേശുവെന്ന് കൈക്കൊണ്ട പോരാ, യേശുവാണ് ഏക അവതാരം എന്ന് കൈക്കൊള്ളണം. ഒത്തിരി രക്ഷകന്മാരുടെ കൂട്ടത്തിൽ രക്ഷകനാണ് യേശുവെന്ന് കൈക്കൊണ്ട പോരാ, യേശു ഏകരക്ഷകനാണെന്ന് കൈക്കൊള്ളണം. ഒത്തിരി കർത്താക്കന്മാരുടെ കൂട്ടത്തിലൊരു കർത്താവാണ് യേശുവെന്ന് കൈക്കൊണ്ട പോരാ, യേശു ഏക കർത്താവാണ്. ഇതിനൊക്കെ വാക്യമുണ്ടെന്ന്.
അങ്ങനെ കൈക്കൊള്ളണം. സമ്മതിക്കുന്നുണ്ടോ? പിന്നെ അങ്ങനെ ഞങ്ങൾ എന്നേ കൈക്കൊണ്ടതാ എന്നാ വെച്ചാൽ അത് 1900 അന്നേ കൈക്കൊണ്ടതാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ കൈക്കൊള്ളുക എന്നുള്ള ഉപദേശം ഒരു നാണയമാണെങ്കിൽ അതിൻ്റെ ഒരു വശത്തെ വാക്യം മാത്രമേ യോഹന്നാൻ 1:12 ആകുന്നുള്ളൂ. ഇനി ഞാൻ പറയുന്നത് ദൈവമക്കളോട്. യോഹന്നാൻ 1:12 പറഞ്ഞ് പൊതുജനത്തോടാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് കർത്താവിനെ കൈക്കൊണ്ടാൽ മാത്രം പോരാ, കർത്താവ് നമ്മളെ കൈക്കൊള്ളണം. മനസ്സിലായോ? ഇത് രണ്ടും കൂടെ സമഞ്ജസമായി സമ്മേളിപ്പിക്കുമ്പോൾ മാത്രമേ കൈക്കൊള്ളുക എന്നുള്ള ഉപദേശം പൂർണ്ണമാകുന്നുള്ളൂ. ഒന്നുകൂടെ പറയാം, നാം കർത്താവിനെ കൈക്കൊള്ളണം. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി. അങ്ങനെ ഞാൻ കൈക്കൊണ്ടതാ എന്നൊക്കെ നമ്മൾ പറയാം. പക്ഷെ അടുത്തൊരു ചോദ്യം, കർത്താവ് നമ്മളെ കൈക്കൊണ്ടിട്ടുണ്ടോ? കർത്താവ് നമ്മളെ കൈക്കൊള്ളുക എന്നുള്ളതിൻ്റെ വാക്യം എവിടെ? 2 കൊരിന്ത്യ ലേഖനം 6:17 വാക്യം. 2 കൊരിന്ത്യർ 6:17 അത് അപ്പോസ്തോലിക ഉപദേശം. യോഹന്നാൻ 1:12 യേശുവിനെ കൈക്കൊള്ളാൻ പറയുന്നിടത്ത് വ്യവസ്ഥയൊന്നും പറയുന്നില്ല. ആൻറ്റി ശ്രദ്ധിക്കുന്നുണ്ടോ? വെള്ളവരിപ്പിന് അപ്പുറത്തിരിക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഈ യോഹന്നാൻ 1:12 വ്യവസ്ഥയൊന്നും പറയുന്നില്ല, അവനെ കൈക്കൊള്ളാനേ പറയുന്നുള്ളൂ. പക്ഷെ 2 കൊരിന്ത്യർ 6:17 വാക്യം പറയുന്നത് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് അരുളി ചെയ്യുന്നത് പൗലോസും മർക്കോസും യോഹന്നാനും മത്തായിയുമല്ല, സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. എത്ര പേർക്ക് മനസ്സിലായി? അപ്പം നമ്മൾ കർത്താവിനെ കൈക്കൊണ്ടാൽ മാത്രം പോരാ, കർത്താവ് നമ്മളെ എന്തോ ചെയ്യണം? കൈക്കൊള്ളണം. കർത്താവ് നമ്മളെ കൈക്കൊള്ളണമെങ്കിൽ 2 ഡിമാൻഡ് അവിടെ പറയുന്നുണ്ട്. ഒന്നെന്തുവാണ്? വേർപെട്ടിരിക്കണം. 2 എന്തുവാ? അശുദ്ധമായതൊന്നും തൊടരുത്. ഇത് പറയുന്നത് ആരാ? സർവശക്തനായ കർത്താവ്. എവിടുന്ന വേർപെട്ടിരിക്കേണ്ടത്? ഇതിനെയാണ് നമ്മുടെ പിതാക്കന്മാർ സുവിശേഷ വേദികളിൽ ഇത്രയും സിസ്റ്റമൊന്നും ഉണ്ടായിരുന്നില്ല, ഫീഡ്ബാക്ക് അടക്കമുള്ള കാര്യങ്ങളൊന്നുമില്ല, പാട്ടുകാരുടെ ഈ സന്നാഹങ്ങളൊന്നുമില്ലാതെ ഏതെങ്കിലും ഒരു കൊന്നത്തെങ്ങ് വെച്ച് കെട്ടിയ മൈക്കിന് ഫീഡ്ബാക്ക് പോലും ഇല്ലാതെ കാണ്ടം കീറി അവർ വിളിച്ചു പറഞ്ഞ 2 പ്രധാന കാര്യമുണ്ട്. ഏതാണെന്നറിയാമോ? 1 വേർപാട്, 2 വിശുദ്ധി. വേർപാടും വിശുദ്ധിയും ഇല്ലാതെ നീ കർത്താവിൻ്റെതാകത്തില്ലെന്നവർ പറയാനുള്ള വേദവാക്യം 2 കൊരിന്ത്യർ 6:17 വാക്യമാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അവിടെ പറയുന്ന 2 കാര്യത്തിൽ ഒന്നാമത്തേത് വേർപെട്ടിരിക്കണം. വേർപാട് ഏതിൽ നിന്നൊക്കെയാ? 1, 2, 3 അനുബന്ധങ്ങൾ കേട്ടോ. 1 വിഗ്രഹാരാധനയിൽ നിന്ന് വേർപെട്ടിരിക്കണം. ക്രൈസ്തവാലയത്തിനകത്ത് എങ്ങനെയാന്നേ വിഗ്രഹം കയറി വന്നത്? ആര് പറഞ്ഞിട്ട്? മത്തായി പറഞ്ഞോ? മർക്കോസോ? ലൂക്കോസോ? യോഹന്നാനോ? പൗലോസോ? യേശു പറഞ്ഞു വിഗ്രഹാരാധനയിൽ നിന്ന് വേർപെട്ടിരിക്കണം. ഉണ്ടാക്കി വെച്ച വിഗ്രഹത്തെ കുമ്പിട്ടാരാധിക്കും, തോളിലേറ്റി ഹോയ് ഹോയ് പറയുകയും ചെയ്യുന്ന ജനത്തെ നോക്കിക്കൊണ്ട് മോശ പറയുന്നു, ആത്മനിയോഗിതനായി യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ വിഗ്രഹാരാധനയിൽ നിന്ന് വേർപെടണം. 2 മാത്സരികതയിൽ നിന്ന് വേർപെടണം. ഇപ്പം നിലവിലുള്ള ഉപദേശിയെ അങ്ങ് കോടമ്പാക്കത്തോട്ട് അയച്ചിട്ട് മറ്റേ പുള്ളി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് നിഗൂഢമായ കമ്മറ്റി നടത്തുന്ന ചില പുള്ളികളുണ്ട്. ഉറവയ്ക്കലക്കാരിയല്ല പറയുന്നത്. കോരഹ്, ദാദാൻ, അബീരാം, ഓൻ. കണ്ടോ? 4 തിരുത്തൽവാദി നേതാക്കൾ, അവരോടൊപ്പം കൂടി 253 പേര്. ഏതച്ചായന് എന്ന ഇടപാട് എന്ന സിദ്ധാന്തം കൊണ്ട് വന്നാലും അവരുടെയൊക്കെ പുറകെ ആളുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇവർ 4 പേരും കൂടെ വന്നപ്പോൾ 253 പേര് അതിൻ്റെ പുറകെ കൂടി. പക്ഷേ എനിക്ക് സന്തോഷം, കോരകെന്ന് പറയുന്ന അച്ചായൻ്റെ പിള്ളേർ മാത്രം കൂടിയില്ല. വിവരമുള്ള പിള്ളേരന്മാർ. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മുഴുവൻ പേരോടും പറയാം, പപ്പയും മമ്മിയും കൂടെ പാസ്റ്ററെക്കുറിച്ചും സഭയെക്കുറിച്ചും വല്ലതൊക്കെ വല്ലാതെ ചർച്ച ചെയ്താൽ മക്കളെ നിങ്ങളാരും അതിനകത്ത് കൂടല്ലേ. പപ്പായ്ക്ക് വേണ്ടുന്ന ബഹുമാനം, മമ്മിക്ക് വേണ്ടുന്ന ബഹുമാനം ഒക്കെ കൊടുത്തോണം. പക്ഷേ സഭാ രാഷ്ട്രീയം, സഭയെ അവർ വീട്ടിൽ വന്ന് ചർച്ച ചെയ്യുമ്പം ദയവ് ചെയ്ത് നിങ്ങളാരും അതിനകത്ത് കൂടരുത്. നിങ്ങളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച പാസ്റ്റങ്ങളെയും നിങ്ങളെ വചനം പഠിപ്പിച്ച ആ ദൈവദാസനെയും ദൈവദാസിയെയും ഒക്കെ നിങ്ങൾ മാനിച്ചോണം. പപ്പയുടെയും മമ്മിയുടെയും സഭാ രാഷ്ട്രീയത്തിനകത്ത് നിങ്ങൾ കയറി കൂടിയിട്ട് നിങ്ങളുടെ യൂത്ത് സംഘടനയ്ക്കകത്തൊന്നും രാഷ്ട്രീയം ഉണ്ടാക്കരുത് എന്നൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ സംഖ്യ 26:11 പറയുന്നു, കോരകൻ്റെ പുത്രന്മാരോ മരിച്ചില്ല. ആ വാക്യത്തിൻ്റെ അടിയിൽ വര കൊടുക്കണം. പണ്ടൊരു പരമാർത്ഥി പറഞ്ഞു, ആ പിള്ളേരെ ഭൂമി വിഴുങ്ങി ചത്ത് കളഞ്ഞാലെന്നാ, അതിന് മുമ്പ് അവന്മാർ 4 സങ്കീർത്തനം എഴുതി വെച്ചിട്ട് പോയത് ഗുണമായെന്നും. മനസ്സിലായി? കോരകൻ്റെ പുത്രന്മാർ മരിച്ചില്ലച്ചാ, അവർ മാറി നിന്നു. അപ്പൻ്റെ സഭാരാഷ്ട്രീയത്തുമായിട്ട് അവർ ബന്ധപ്പെട്ടില്ല, അമ്മയുടെ സഭാരാഷ്ട്രീയവുമായിട്ട് അവർ ബന്ധപ്പെട്ടില്ല, അവർ മാറി നിന്നു. അങ്ങനെ വേർപെട്ട് നിൽക്കുന്നവനെ കർത്താവ് കരുതുന്നത് നോർത്തോണം. അപ്പോൾ വിഗ്രഹാരാധന നിന്ന് വേർപെടണം, അതുപോലെ മാത്സരികതയിൽ നിന്ന് വേർപെടണം. ഇനി കേൾക്കണം,
വേർപെടണോ? ലോകത്തിൽ നിന്ന് വേർപെടണം. എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഫോളോ ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ വേർപെട്ട് നിൽക്കണം. ലോകമെന്ന് പറഞ്ഞാൽ സാത്താനാൽ നിയന്ത്രിതമാക്കപ്പെടുന്ന ഒരു അധമ വ്യവസ്ഥിതിക്ക ലോകമെന്ന് പറയുന്നത്. ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മദ്യപാനം, പുകവലി, ലഹരി പദാർത്ഥങ്ങൾ, അനാവശ്യ പ്രണയങ്ങൾ, നിയമവിരുദ്ധ ലൈംഗികത, കൊലവിളി, അക്രമങ്ങൾ, അനീതികൾ, ഇങ്ങനെയുള്ള സകല ഇടപാടുകളുമുള്ളൊരു വ്യവസ്ഥിതി ഉണ്ട് ഇവിടെ. അതിൽ നിന്ന് നീ വേർപെട്ട് നിൽക്കണം. എന്നാലേ കർത്താവ് നിന്നെ കൈക്കൊള്ളത്തുള്ളൂ. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? ദൈവസഭയ്ക്കകത്ത് മെമ്പർഷിപ്പുള്ള പുള്ളിക്ക് തന്നെ ലോകത്തിൽ മെമ്പർഷിപ്പുണ്ട്. അറിയാമോ? അങ്ങനെ ചില പുള്ളികളുണ്ട്. 2 പാർട്ടിയിൽ മെമ്പർഷിപ്പുള്ള ചില വിദഗ്ധ പുള്ളികളുണ്ടല്ലോ. 2 പാർട്ടിയിൽ മെമ്പർഷിപ്പ്. ആ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നേതാവ്, ഈ നാട്ടിൽ വരുമ്പോൾ ഇവിടുത്തെ നേതാവ്. അങ്ങനെ 2 പാർട്ടിയിൽ മെമ്പർഷിപ്പുള്ള ചില പുള്ളികളുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ദൈവസഭയ്ക്കകത്ത് മെമ്പർഷിപ്പുണ്ട്, ലോകത്തിലും മെമ്പർഷിപ്പുണ്ട്. അങ്ങനെയുള്ള പുള്ളികളൊന്നും കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടത്തില്ല. വേർപെട്ട് നിൽക്കണം. എത്ര കസേര കിട്ടിയാലും എത്ര ലാഭം കിട്ടിയാലും യാതൊരു വിധത്തിലും അതൊന്നും പരിഗണിക്കാതെ എൻ്റെ കർത്താവിന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് വേറിട്ട് നിൽക്കാൻ കഴിയുന്നവനെ ആ കർത്താവ് കൈക്കൊള്ളുന്നത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അങ്ങനെ വേർപെടേണ്ട ഒത്തിരി സംഗതികളുണ്ട്. നിയമവചന വിരുദ്ധ നിലപാടുകളിൽ നിന്ന് വേർപെട്ട് നിൽക്കണം. 2 അശുദ്ധമായതൊന്നും എന്ത് ചെയ്യരുത്. എന്താ ഈ അശുദ്ധം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തിന് ദോഷം വരുത്തുന്നതെല്ലാം അശുദ്ധമാണ്. അതിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നവനെ കർത്താവ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കർത്താവിനെ കൈക്കൊണ്ട പോരാ, പിന്നെന്തോ ചെയ്യണം? കർത്താവിനാൽ കൈക്കൊള്ളപ്പെടണം. അങ്ങനെയുള്ളവരാ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നത്. തേജസ്സിൽ വെളിപ്പെടുമ്പോൾ കർത്താവിനോടുകൂടെ വെളിപ്പെടണമെങ്കിൽ ഈ ഉപദേശം അംഗീകരിച്ചേ പറ്റൂ. 1-ാമത്തെ ഉപദേശം ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചേ. പറന്നിടുമേ ഞാനും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരാവേശമാണ്. അങ്ങനെയൊന്നും പറക്കത്തൊന്നുമില്ല. ഈ വ്യവസ്ഥ നീ പാലിച്ച മാത്രമേ അങ്ങനെ പറക്കാൻ പറ്റുള്ളൂ. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിന് അശുദ്ധമായതൊന്നും എന്തോ ചെയ്യരുത്, തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും, നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന വ്യക്തമായ വാക്യത്തിൻ്റെ ആഴം ആധികാരികമായി പഠിക്കണം. 1-ാമത്തെ കുറിപ്പിന് വിരാമമാകുന്നു. 2-ാമത് ആരാ കർത്താവിൻ്റെ തേജസ്സിൽ വെളിപ്പെടുന്നത്? 2-ാമത്തെ വാക്യം കേട്ടോണം. റോമാലേഖനം 6-ാം അധ്യായം 5-ാമത് വാക്യമാണ്. റോമർ 6-ന്റെ 5-ാമത് വാക്യം ഗംഭീരമാണ്. കർത്താവിൻ്റെ പുനരാഗമനത്തിൽ എടുത്തുകൊള്ളപ്പെടാനുള്ള 2-ാമത്തെ യോഗ്യത. അപ്പോൾ 1, കർത്താവിനെ കൈക്കൊള്ളണം. ബാക്കി പറ, കർത്താവിനാൽ എന്തോ ചെയ്യപ്പെടണം? കൈക്കൊള്ളപ്പെടണം. 1-ാമത്തെ യോഗ്യത അതാ. എങ്കിലേ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടത്തുള്ളൂ. ഓക്കെ. 2-ാമത്തെ യോഗ്യത, അവൻ്റെ മരണത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ, ബാക്കി പറ, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും എന്തോ ചെയ്യും? ഏകീഭവിക്കും. ഓക്കെ. അപ്പം മരണത്തോട് ഏകീഭവിച്ചവർക്ക് മാത്രമേ യേശു പുനരുത്ഥാനം ചെയ്തതുപോലെ പുനരുത്ഥാനം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. യേശു പുനരുത്ഥാനം പ്രാപിച്ചതുപോലെ പുനരുത്ഥാനം പ്രാപിക്കണമെങ്കിൽ യേശുവിൻ്റെ മരണത്തോട് എന്തോ ചെയ്യണം? ഏകീഭവിച്ചെങ്കിലേ പറ്റൂ. യേശുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുന്ന ഏറ്റവും പ്രധാന ചടങ്ങ് എന്തുവെന്നറിയാമോ? എന്താ? സ്നാനമെന്ന മഹത്തായ അനുഭവമാണ്. എത്ര പേർക്ക് ബോധ്യമുണ്ട്? സ്നാനം എങ്ങനെങ്കിലും പെട്ട പോരാ. സ്നാനം അതിൻ്റെ തനിമയോടെ മിശിഹ കാട്ടിത്തന്ന മാതൃകയിൻ പ്രകാരം ചെയ്തേ പറ്റൂ. എല്ലാ ഉപദേശങ്ങൾക്കും അതിൻ്റേതായിരിക്കുന്ന ഓർഡർ വേദപുസ്തകം തരുന്നുണ്ട്. വേദപുസ്തകം നൽകുന്ന ഉപദേശത്തിൻ്റെ ഓർഡർ പഠിക്കണം. എത്ര ഭംഗിയാണെന്നറിയാമോ ഓർഡർ? ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം വിശ്വാസത്താലുള്ള നീതീകരണമാണ്. റോമാലേഖനം 6-ാം അധ്യായം സ്നാനത്താലുള്ള ഏകീകരണമാണ്. റോമാലേഖനം 7-ാം അധ്യായം പാപത്തോട് പോരാടിയുള്ള വിശുദ്ധീകരണമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണേ, ഞാൻ 6-ാം അധ്യായം പരാമർശിച്ചത് കൊണ്ടാണത് പറയുക. റോമാലേഖനത്തെക്കുറിച്ച് വളരെ വ്യക്തമായൊരു സന്ദേശം കർത്താവിൻ്റെ ദാസൻ റജി ശാസ്താംകോട്ടെ അവരുകൾ ആദ്യത്തെ ദിവസം ഇവിടെ നൽകി തന്നു. ഞാനത് അറിഞ്ഞു. തീർച്ചയായും അതിന് വൈരുദ്ധ്യത വരത്തില്ല. ഞാൻ ഈ ഓർഡർ പറയാൻ വേണ്ടി പറയുകയാണ്. റോമാലേഖനം 5-ാം അധ്യായം വിശ്വാസത്താലുള്ള നീതീകരണമാണ്. റോമാലേഖനം 6-ാം അധ്യായം സ്നാനത്താൽ ക്രിസ്തുവിനോടുള്ള ഏകീകരണമാണ്. റോമാലേഖനം 7-ാം അധ്യായം സ്നാനപ്പെട്ടവൻ പാപത്തോട് പോരാടി വിശുദ്ധീകരണം പ്രാപിക്കുന്നതിനെയാണ്. ഇത് 3ഉം നേടിയവനെ 8-ാം അധ്യായത്തിൽ കർത്താവ് തേജസ്കരിക്കുന്നു. തേജസ്കരിക്കപ്പെടാൻ കുറുക്ക് വഴിയൊന്നുമില്ല. തേജസ്കരിക്കപ്പെടാൻ വേറെ ഓൺലൈൻ മാർഗമൊന്നുമില്ല. ഈ 3 നടപടിയിലൂടെ വന്നേ പറ്റൂ. ഏത്? 5-ലെ നീതീകരണം, വിശ്വാസത്താലുള്ള നീതീകരണം. 6-ലെ സ്നാനത്താലുള്ള ഏകീകരണം. 7-ലെ പാപത്തോടുള്ള പോരാടി നാം വിശുദ്ധീകരണം പ്രാപിക്കണം. ഇത് 3ഉം നേടിയവനെയാ 8-ാം അധ്യായത്തിൽ നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ്. ഹല്ലേലൂയ. അപ്പോൾ ഉപദേശത്തിന് എന്തോ ഉണ്ടെന്നാ പറഞ്ഞേ? ഓർഡറുണ്ട്. ഞായർ കഴിഞ്ഞാണല്ലോ തിങ്കൾ. ആണോ? ഓർമ്മയ്ക്കൽ അങ്ങനല്ലേ? ഞായർ കഴിഞ്ഞ് തിങ്കൾ, തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ, അതാ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി, ഫെബ്രുവരി കഴിഞ്ഞ്
മാർച്ച്. കണ്ടോ? 1 2 3 4 അങ്ങനല്ലേ സംഭവം. എല്ലാത്തിനും അതിൻ്റെതായ എന്തോ ഉണ്ട്, ഒരു ഓർഡറില്ലേ, ഓർഡറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഉപദേശത്തിനും ഓർഡറുണ്ട്. ആ ഓർഡർ ഞാൻ പറഞ്ഞേ. 5-ാം അധ്യായത്തിൽ നീതീകരണം, 6-ാം അധ്യായത്തിൽ സ്നാനം, 7-ാം അധ്യായത്തിൽ വിശുദ്ധീകരണം. അപ്പം നീതീകരണം പ്രാപിച്ചവനാണ് പിന്നെന്തോ ചെയ്യേണ്ടത്? അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഓർഡർ വ്യക്തമാക്കുന്ന വേറൊരു വാക്യം ഞാൻ തരാം. മർക്കോസ് 16:16. വിശ്വസിക്കുകയും, ബാക്കി പറ. അപ്പോൾ അതിൻ്റെ ഓർഡർ കണ്ടോ? ഒന്നാമത് എന്തോ ചെയ്യണം, പിന്നെന്തോ ചെയ്യണം? ഗലാത്യലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം അനുസരിച്ച് ചിലർ സുവിശേഷത്തെ മറിച്ചിട്ടു എന്ന് വായിക്കുന്നുണ്ട്. ചില സുവിശേഷത്തെ എന്തോ ചെയ്തു? മറിച്ചിട്ടു എന്ന് പറഞ്ഞാൽ ഓർഡർ തെറ്റിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓർഡർ തെറ്റിച്ചു. ഈ മർക്കോസ് 16:16 മറിച്ചിട്ട് നിങ്ങൾ നേരെ കിടക്കുമ്പോൾ എങ്ങനെ വാക്യം? വിശ്വസിക്കുകയും സ്നാനമേൽക്കുക. ദോശ മറിക്കുന്ന പോലെ അങ്ങ് മറിക്കുമ്പോൾ എന്തോ ആകും? സ്നാനപ്പെടുകയും പിന്നെ അതാ മറിഞ്ഞു വീണ സുവിശേഷം. അതുമായിട്ട് പോയ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടത്തില്ലെന്നാണ് ഞങ്ങൾ ഈ വിളിച്ചു പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സ്നാനപ്പെടുക, പിന്നെ സമയമുള്ളപ്പോൾ എന്തോ ചെയ്താൽ മതിയെന്നാ. അങ്ങനാണോ മിശിഹ കാണിച്ചത്? അങ്ങനെയാണോ അപ്പോസ്തലന്മാർ ചെയ്തത്? അങ്ങനെയാണോ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്? അല്ല. പിന്നെന്താ ഈ കോനാകൃതി കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്? ഉൾട്ടാ കാണിക്കുന്ന എൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒന്നാമത് എന്തോ ചെയ്യണം? വിശ്വസിക്കണം. എന്തോ വിശ്വസിക്കണം? യേശു രക്ഷകൻ, യേശുവ കർത്താവ്, യേശുവാണ് ഏകദൈവം, യേശുവാണ് അവതാരം, യേശുവാണ് ഏക മധ്യസ്ഥൻ, യേശുവാണ് ഏക ആരാധ്യൻ എന്നുള്ള കാര്യം ആര് വിശ്വസിക്കണം? സ്നാനപ്പെടുന്നതിന് മുമ്പ് ഞാൻ വിശ്വസിക്കണം. അത് വിശ്വസിക്കാൻ എനിക്ക് പാകമാകണം. എൻ്റെ ഉപ്പാപ്പൻ വിശ്വസിച്ചാൽ പോരാ, എൻ്റെ അമ്മാവിയപ്പൻ വിശ്വസിച്ചാൽ പോരാ. മനസ്സിലായോ? എൻ്റെ ചിറ്റപ്പൻ വിശ്വസിച്ചാൽ പോരാ. പിന്നെ ആര് വിശ്വസിക്കണം? ഞാൻ വിശ്വസിക്കാൻ എനിക്ക് പാകമാകണം. അങ്ങനെ പാകമായി കഴിഞ്ഞാൽ ഞാൻ വിശ്വസിച്ചാൽ ഞാൻ സ്നാനമേൽക്കുന്നു. സ്നാനത്തെക്കുറിച്ച് പറയുന്നൊരു ഗംഭീര വാക്യം കേൾക്കണം. സ്നാനത്താൽ നിങ്ങൾ ക്രിസ്തുവിനെ എന്തോ ചെയ്തിരിക്കുന്നു? ധരിച്ചിരിക്കുന്നു. സ്നാനത്താൽ നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട്, ആ വാക്യം മൊത്തത്തിൽ പറയാം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കും. ഗലാത്യലേഖനം 3-ാം അധ്യായം 27-ാം വാക്യം. അടുത്ത 28-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാം? അതിൽ യഹൂദനും യവനനും, ആണും പെണ്ണും, ദാസനും സ്വതന്ത്രനും എന്നില്ല. ഏതിലെ കാര്യമായി പറയുക? സ്നാനമെന്ന വിഷയത്തിൽ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരും അത് ഏറ്റേ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ജാതികൾക്ക് മതി, പാപികൾക്ക് മതി എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ ആരെയും മാറ്റിയിട്ടില്ല. അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല എന്ന സ്നാനത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. അങ്ങനെ സ്നാനപ്പെട്ട ഒരു വ്യക്തി, സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കാൻ പറ്റത്തുള്ളൂ. എത്ര പേർക്ക് ബോധ്യമായി? ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയത് ചുമ്മാതെ പെന്തക്കോസ്തിൻ്റെ ഉപദേശം ആരാണ്ട് എഴുതി പിടിപ്പിച്ചത് കൊണ്ടല്ല, വേദപുസ്തകം അത് പറയുന്നത് കൊണ്ടാണ്. 26 കൺവെൻഷൻ ഉറവയ്ക്കൽ കാശ് മുടക്കി നടത്തിയിട്ടും സ്നാനമെന്ന ഉപദേശത്തിൻ്റെ വ്യക്തത കിട്ടാതെ നീ മുമ്പോട്ട് പോകരുത്. കാരണം സ്നാനപ്പെട്ടവർക്ക് മാത്രമേ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കാൻ കഴിയത്തുള്ളൂ. ഉപദേശം അതിൻ്റെ തനിമയായതുകൊണ്ട് വിളിച്ചു പറയുന്നത് അറിയാതെ പോകരുത്. ഇനിയും സ്നാനപ്പെട്ടവരോടും കൂടി ഒരു വാക്ക് പറയണമല്ലോ. സ്നാനപ്പെട്ടവരെല്ലാം കൂടെ അങ്ങനെ കൊണ്ട് പറ പാസ്റ്ററെ, ഉറവയ്ക്കലല്ലേ പറ എന്നൊക്കെ എനിക്ക് ആവേശം തരുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്നാനപ്പെട്ടവർ പട്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറയാം. സ്നാനപ്പെട്ടവൻ അറിയേണ്ട ജീവിതത്തിൻ്റെ നടപടിക്രമങ്ങൾ പറയുന്ന 2 അധ്യായങ്ങളുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, റോമാലേഖനം 6-ാം അധ്യായം. റോമർ 6, കൊലോസ്യർ 3. ഈ 2 അധ്യായങ്ങളിലാണ് സ്നാനം, സ്നാനാനന്തര ജീവിത ധർമ്മ കർമ്മങ്ങൾ വിശദീകരിക്കുന്നത്. കേട്ടെ ദൈവമക്കൾ എല്ലാവരും ശ്രദ്ധിച്ച്, ഞാനിപ്പോൾ നിർത്താം. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ആശ്വാസമാണല്ലോ, ഒരിടക്കാലാശ്വാസം. ഓക്കെ, അതുകൊണ്ട് പറയുന്ന ശ്രദ്ധിച്ച് കേട്ടെ. നമ്മുടെ സഭയിൽ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാകാറുണ്ട്. നാളെ 10 മണിക്ക് സ്നാനമുണ്ട്. പേര് തന്നിട്ടുള്ളവരെല്ലാം എത്ര മണിക്ക് വരണം? 8 മണിക്ക് തന്നെ എത്തിച്ചേരേണ്ടതാണ്. പാസ്റ്ററുടെ അനൗൺസ്മെൻറ്റാണ്. അപ്പം സ്നാനത്തിന് പേര് തന്നവരൊക്കെ എപ്പോൾ വരണം? എപ്പോഴാണ് സ്നാനം? 10 മണിക്ക്. എപ്പോൾ വരണം? 8 മണിക്ക്. അതിനെ സ്നാനപ്പെടുത്താൻ കൊണ്ടുപോകുന്നവർക്ക് കഞ്ഞിയും പയറും കൊടുക്കുന്നുണ്ടോ? പിന്നെന്തിനാ 2 മണിക്കൂർ മുമ്പേ വരണമെന്ന് പറയുന്നത്? പറഞ്ഞേ സ്നാനത്തിൻ്റെ ക്ലാസ്സിനെ കുറിച്ച്. സ്നാനം എന്താ, എങ്ങനെ, ആർക്കാ, എപ്പോഴാ, സ്നാനത്തിൻ്റെ ദൈവശാസ്ത്രം, ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി 2 മണിക്കൂർ അവസാനത്തെ ക്ലാസ്സാണ്. അത് കഴിഞ്ഞാണ് ജയം ദേഹ ഹല്ലേലൂയ പാടി കുളത്തിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെയാണല്ലോ സംഭവം, അല്ലേ? സ്വത്രം. പക്ഷേ സ്നാനപ്പെട്ട നിങ്ങളെല്ലാവരോടും ഞാൻ ചോദിക്കുക, പാസ്റ്റേഴ്സ് അടക്കം, സ്നാനപ്പെടുത്തിയ വമ്പൻ പാസ്റ്റർമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അവരോടടക്കം ഞാൻ ചോദിക്കുക, സ്നാനക്കടവിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ? സ്നാനപ്പെട്ടവരാരും അങ്ങും ഇങ്ങും ചെതറിപ്പോകരുത്, അവർക്ക് ഇനി ഒരു ക്ലാസ് കൂടെ ഉണ്ട്. അങ്ങനെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ കുഴപ്പം നമ്മുടെ സഭയ്ക്കുണ്ട്. സ്നാനം എന്താണെന്ന് നമ്മൾ പഠിപ്പിച്ചു, പക്ഷേ സ്നാനപ്പെട്ട ശേഷം എങ്ങനെ ആയിരിക്കണമെന്ന് എന്ത് ചെയ്തിട്ടില്ല?
അത് പഠിപ്പിക്കുന്ന 2 അധ്യായമാണ് റോമാലേഖനം 6-ാം അധ്യായവും കൊലോസ്യ ലേഖനം 3-ാം അധ്യായവും. റോമാലേഖനം 6-ാം അധ്യായം കുറിച്ചുകൊണ്ട് പോണേ. 6-ന്റെ 3 വാക്യങ്ങൾ ഞാൻ തരാം. 6-ന്റെ 2-ാം വാക്യം, ഇനി പാപത്തിൽ ജീവിക്കരുത്. 6-ന്റെ 6-ാം വാക്യം, ഇനി പാപത്തിന് നിങ്ങൾ അടിമകളാകരുത്. 6-ന്റെ 12-ാം വാക്യം, ഇനി പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ എന്തോ ചെയ്യരുത്, വാഴരുത്. 6-ന്റെ 2, 6-ന്റെ 3, 6-ന്റെ 12 ഈ 3 വാക്യങ്ങളും സ്നാനപ്പെട്ട് പുത്തൻ പുടവയുമായി വന്നിരിക്കുന്നവരുടെ വായിലേക്ക് അപ്പവീഞ്ഞ് കൊടുക്കുന്നതിന് മുമ്പ് ചെവിക്കകത്തോട്ട് കേൾപ്പിക്കേണ്ട വാക്യങ്ങളാണ് 3. നമ്മൾ ആദ്യമേ അവർക്ക് അപ്പം വീഞ്ഞും കൊടുക്കുക. സെക്രട്ടറി അമ്മ വന്ന് വിശുദ്ധ ചുംബനം കൊടുക്കുന്നു, പിന്നെ പാസ്റ്റർ ആൻറ്റി വന്ന് വിശുദ്ധ ചുംബനം, പിന്നെ സെക്രട്ടറി, പിന്നെ പാസ്റ്റർ, ആകപ്പാട് ഇവരെ അങ്ങ് സഭയിലോട്ട് അങ്ങ് സ്വീകരിക്കുക. അതിന് മുമ്പ് അവരെ കേൾപ്പിക്കണം ഈ 3 വാക്യങ്ങൾ. ഏതൊക്കെയാണ്? 6-ന്റെ 2, പിന്നെ 6-ന്റെ 6, പിന്നെ 6-ന്റെ 12. ഇനി കൊലോസ്യ ലേഖനത്തിലേക്ക് വന്നേ. കൊലോസ്യ ലേഖനം പറയുന്നു 3-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങൾ ഇനി ഉയരത്തിലുള്ളത് എന്തോ ചെയ്യണം, ചിന്തിക്കണം. 6-ന്റെ 2-ാം വാക്യം, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. 1-ാം വാക്യം. 3-ന്റെ 2-ാം വാക്യം പറയുന്നു നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കണം. സെറ്റ് യുവർ മൈൻഡ് ഓൺ ക്രൈസ്റ്റ്. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. 3-ന്റെ 5-ാം വാക്യം പറയുന്നൊരു വാക്യമുണ്ട്. 3-ന്റെ 5 കുറേ കൂട്ടം കാര്യങ്ങളെ, ദുർനടപ്പണം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് നിങ്ങളതിനെ എന്തോ ചെയ്യണം, മരിപ്പിക്കണം. 8-ാം വാക്യം പറയുന്നു നിങ്ങൾ വിട്ടുകളയണം. 9-ാം വാക്യം പറയുന്നു ഉരിഞ്ഞു കളയണം. 10-ാം വാക്യം പറയുന്നു ഒടുക്കണം. 13-ാം വാക്യം പറയുന്നു ക്രിസ്തു ക്ഷമിച്ചതുപോലെ നിങ്ങൾ എന്തോ ചെയ്യണം, ക്ഷമിക്കണം. 15-ാം വാക്യം പറയുന്നു ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം. 16-ാം വാക്യം പറയുന്നു ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ നിറഞ്ഞു നീക്കണം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അവസാന വാക്യം വരെ പറയുന്നുണ്ട്. ഇത് സ്നാനാനന്തര ജീവിതത്തിൻ്റെ കടപ്പാടുകളാണ്. എത്ര പേർക്ക് ബോധ്യമായി? ആ കടപ്പാടുകൾ കൃത്യമായി സൂക്ഷിക്കുന്നവനാ ജീവനായവൻ വെളിപ്പെടുമ്പോൾ ആ ജീവനായവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുന്നത്. ആ പ്രത്യാശയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പം സ്നാനപ്പെടണം എന്നുള്ളത് പ്രധാനമാണ്. സ്നാനപ്പെട്ടാൽ സ്നാനാനന്തര ജീവിതത്തിൻ്റെ പവിത്രതയും പരിപാവനതയും അനന്യതയും നീതിയും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം. ബോധ്യമായവർ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കെ. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടൊപ്പം തേജസ്സിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ 3-ാമത്തെ യോഗ്യത 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യമാണ്. 1 കൊരിന്ത്യർ 6-ന്റെ 13-14. 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ശരീരം ദുർനടപ്പിനല്ല, ശരീരം കർത്താവിനത്രേ എന്ന് 13 പറഞ്ഞിട്ട് 14 പറയുന്നു, എന്നാൽ ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചതുപോലെ നിങ്ങളുടെ മർദ്ദ ശരീരങ്ങൾ എന്തോ ചെയ്യും, ഉയർപ്പിക്കും. അപ്പം നമ്മുടെ മർദ്ദ ശരീരം ഉയർക്കപ്പെടണമെങ്കിൽ എന്തോ സൂക്ഷിക്കണം, ശരീരത്തെ ദുർനടപ്പിന് വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കണം. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? എന്താ വെച്ചാൽ ദുർനടപ്പെന്ന് പറയുന്നത്? ദുർനടപ്പെന്ന മലയാള പദത്തിൽ 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് പരസംഗം, 2 വ്യഭിചാരം. യൂത്ത്സ് എല്ലാം ശ്രദ്ധിച്ചോണം, യുവതി യുവാക്കന്മാർ ശ്രദ്ധിക്കണം, വിവാഹിതരും അവിവാഹിതരും ശ്രദ്ധിക്കണം. മലയാളത്തിലെ ദുർനടപ്പെന്ന പദത്തിനകത്ത് 2 അർത്ഥമുണ്ട്. ഒന്ന് പരസംഗം. പരസംഗം എന്ന് പറഞ്ഞാൽ അവിവാഹിതാവസ്ഥയിലെ ലൈംഗികതയാണ്. അവിവാഹിതാവസ്ഥ സൂക്ഷിക്കുമ്പോൾ തന്നെ ലൈംഗികതയിൽ ഏർപ്പെടുന്നത് പരസംഗമാണ്. തല്ലുകൊള്ളും ദൈവത്തിൽ നിന്ന്. അവരുടെ ശരീരം ഉയർത്തു വരത്തില്ല. അതാണ് അവിടെ. അതുകൊണ്ടാണ് മരിപ്പിക്കണമെന്ന് പറയുന്നത്. ലൈംഗികതയുടെ ചേതോവികാരങ്ങൾ വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം വഴിയായിട്ട് മനസ്സിലേക്ക്, മനസാക്ഷിയിലേക്ക് വ്യാപിച്ച് കയറുമ്പോൾ അതിൻ്റെ മുമ്പിൽ മൂക്കുകുത്തി പോകരുത്. ആത്മീയ ധാർമ്മിക മൂല്യങ്ങൾ പണയപ്പെട്ടു പോകരുത്. അതിനെയാണ് പരസംഗമെന്ന് പറയുന്നത്. നാളെ ദൈവം നിനക്ക് തരാൻ പോകുന്നൊരു ജീവിത പങ്കാളിക്ക് നിനക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നൊരു BMW കാറൊന്നുമല്ല, ഒരു ഐഫോൺ ഒന്നുമല്ല, പിന്നെ അതിലും വിലപിടിച്ചത് ഈ വിശുദ്ധമായ ശരീരമായിരിക്കണം. അതിന് പറ്റുന്നില്ലെങ്കിൽ ആ ദാമ്പത്യ ജീവിതം വികലമാണ്, വികൃതമാണ്, വൈരുദ്ധ്യമുള്ളതായി മാറും. ആദ്യോടൊന്നും അത് പ്രതിസന്ധിയിലേക്ക് വരും. അതുകൊണ്ട് ഓർത്തോണം, ഈ പരസംഗമെന്ന് പറയുന്നത് അവിവാഹിതാവസ്ഥയിലെ ലൈംഗിക പാപമാണ് എന്നറിയണം. ഇനി വ്യഭിചാരമെന്ന് പറയുന്നത് എന്താ? വ്യഭിചാരമെന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം സ്നേഹിച്ച്, അങ്ങേ മാത്രം സ്നേഹിച്ച് എന്ന് പറഞ്ഞ് ദാമ്പത്യ ബന്ധത്തിൽ ദ ഗ്രേറ്റ് കവനന്റ് പരസ്പരം കൈമാറി പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഭാര്യ ഭർത്താവ് അറിയാതെ അബദ്ധസഞ്ചാരം ചെയ്താൽ, ഭർത്താവ് ഭാര്യ അറിയാതെ അബദ്ധസഞ്ചാരം ചെയ്താൽ അതിനെയാണ് വ്യഭിചാരമെന്ന് പറയുന്നത്. സ്തോത്രം. വിവാഹ ദിവസം ഓർമ്മയുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. അയ്യോ, അതൊന്നും ഓർപ്പിക്കാതെ പാസ്റ്ററെ, പറ്റിപ്പോയ പറ്റും. അങ്ങനെ സങ്കടപ്പെടുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേറെ എക്സ്ചേഞ്ച് മാർഗമൊന്നുമില്ല, സഹിക്കുകയല്ലാതെ നിർവാഹമില്ല. പ്രൈസ് ദ ലോർഡ്.
35 കൊല്ലത്തെ വിവാഹ ദാമ്പത്യ ജീവിതത്തിൻ്റെ വാർഷികാഘോഷത്തിൽ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, കുഴിമന്തി അടക്കം സകലതും വിളമ്പിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും എല്ലാം കിട്ടിയോന്നറിയാൻ ഓടി വന്ന വീട്ടുകാരൻ, അച്ചായൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്, പിടിച്ചു നിർത്തി. ഞങ്ങൾ ഉപദേശിമാർ 2-3-4 പേരുണ്ടായിരുന്നു. പിടിച്ചു നിർത്തി ഒരു ചോദ്യം ചോദിച്ചു. ഇത്രയും വിഭവസമൃദ്ധമായിരിക്കുന്ന ഈ വിരുന്ന് 35 കൊല്ലവും അനുഗ്രഹമായിരുന്നു അച്ഛാ ദാമ്പത്യ ജീവിതം. ഈ വിഭവം കണ്ടിട്ട് പരമസന്തുഷ്ടമാണെന്ന് തോന്നുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു നർമ്മം, എന്തെങ്കിലും ഒരു നർമ്മം പറയും പുള്ളി, അതൊന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചോദിച്ചത്. അവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ആക്ഷേപമൊന്നുമില്ല, പരമസുഖത്തോടെ ജീവിക്കുന്നവരാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നർമ്മം കേൾക്കാൻ വേണ്ടി ചോദിച്ചതാ. അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്ര വലിയ വിരുന്ന് അപ്പം 35 കൊല്ലവും പരമസുഖമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിയോളജി കൂട്ടി ഒരു കോമഡി പറഞ്ഞത് മറക്കത്തില്ല. അദ്ദേഹം പറഞ്ഞ എന്തോ എന്നറിയാമോ? എൻ്റെ ബിസാറേ, എന്തോ പറയാനാ, ഈ ഗബധായിൽ നിന്ന് ക്രൂശ് എടുത്താൽ പിന്നെ ഗോൽഗോഥായിലല്ലേ വെക്കാൻ പറ്റുള്ളൂ. ഇതിനിടയ്ക്ക് എവിടെങ്കിലും കൊണ്ട് താക്കാൻ പറ്റുമോ നമുക്ക്? അതുകൊണ്ടങ്ങ് ചുമക്കുക. അവിടെ ഞങ്ങൾ വട്ടത്തിലിരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളുടെയും വായിൽ നിന്ന് കുഴിമന്തി തെറിച്ചു. അതുപോലെ കോമഡിയാണ്. എന്നാൽ ഈ മനുഷ്യൻ അങ്ങ് പോകണ്ടേ? 2 ചുവട് അപ്പുറത്തോട്ട് പോയിട്ട് തിരിച്ചും കൊണ്ട് വന്ന് അടുത്ത കോമഡി പറയുക. യേശു കുരിശും കൊണ്ട് പോയപ്പം 2-3 ചുവടെങ്കിലും ആ കുറേനക്കാരനായ ശിമോൻ ചുമന്നില്ലേ? നമുക്കിത് ആരുടെ കൊടുത്തിട്ട് പോകാൻ പറ്റും? അച്ഛാ 2 മാസവും നോക്കിക്കോണേ എന്നും പറഞ്ഞ് ആരുടെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ചുമക്കല്ലാതെ വേറെ നിർവാഹമില്ല. അപ്പം എൻ്റെ ചോദ്യം ഇതാ, നിർവാഹമില്ലാത്തതുകൊണ്ട് ചുമക്കുകയാണോ അതോ സന്തോഷമാണോ? സംതൃപ്തമല്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ സ്തോത്രം, അതിനകത്ത് വ്യഭിചാരത്തിൻ്റെ കലർപ്പ് കടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് മരിപ്പിക്കണമെന്ന് പറയുക. മനസ്സിലാകുന്നുണ്ടോ? അതാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ മരിപ്പിക്കണമെന്ന് പറയുന്നത്. ശരീരം ദുർനടപ്പിനല്ല. മക്കളുമാർ കേൾക്കുന്നുണ്ടോ? മോനെ, വിവാഹത്തിൽ ദൈവം ഒരു സമയം നിനക്കൊരു ജീവിത പങ്കാളിയെ നൽകിത്തരുന്നത് വരെ മോഹിപ്പിക്കുന്ന യാതൊന്നിൻ്റെയും മുമ്പിൽ നീ പണയപ്പെട്ടു പോകരുത്, നീ വീണു പോകരുത്, താണു പോകരുത്. നിൻ്റെ മനസ്സും മനസ്സാക്ഷിയും ശരീര അവയവ വ്യവസ്ഥിതികളും സംശുദ്ധമാകണം. അങ്ങനെയുള്ളവരുടെ ശരീരം മാത്രമേ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ കയറിപ്പോകത്തുള്ളൂ. നമ്മുടെ ഈ പാട്ടും സ്വോത്രാഴ്ചയും പ്രൈസ് ആൻഡ് വർഷിപ്പും ഒക്കെ കണ്ട് കർത്താവ് അങ്ങ് സൂചിച്ച് കയറ്റിക്കൊണ്ട് പോകുന്നൊന്നും ആരും വിചാരിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? വിശുദ്ധ ജീവിതമുള്ളവനെ കർത്താവ് കൊണ്ടുപോകും. ഓക്കെ, ദുർനടപ്പില്ലാത്ത ജീവിതം നയിക്കുന്നവനെ ക്രിസ്തുവിനെ ഉയർപ്പിച്ചപ്പോലെ കർത്താവ് ഉയർപ്പിക്കും. പറഞ്ഞു നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരമില്ലാത്തത് കൊണ്ട് 3-ാമത്തെ കുറിപ്പ് അവസാനിപ്പിച്ച് 4-ാമത്തേത് തൊട്ട് ഞാൻ നിർത്തുകയാണ്. 4-ാമത്തേത് ആത്മശക്തിയുടെ അധിവാസം. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം. റോമർ 8:11 പറയുന്നു, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ആ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെ ഉയർപ്പിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? ജീവിച്ചിരിക്കുന്ന ഈ കാലം അത്രയും ആത്മാവ് എവിടെ വസിക്കണം? നമ്മുടെ അകത്ത് വസിക്കണം. പാഠപുസ്തകത്തിലും വേദപുസ്തകത്തിലും നമ്മുടെ സംഗീത ഉപകരണങ്ങളിലും വസിച്ച പോരാ, ആത്മശക്തി നമ്മുടെ അകത്ത് വസിക്കണം. ആത്മശക്തി അകത്ത് വസിപ്പിക്കാൻ കഴിഞ്ഞാൽ ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ, ദ മൈറ്റി പവർ, ദ എക്സലൻസി പവർ, ആ ശക്തി നമ്മുടെ അകത്ത് വസിപ്പിച്ചാൽ, അങ്ങനെ വസിപ്പിച്ചാൽ മരണാനന്തരം ആ ശക്തി നമ്മെ ഉയർപ്പിച്ചു കൊണ്ടുവരും. ഞാൻ ഉറപ്പ് പറയാം, മണ്ണിന് പിടിച്ചു വയ്ക്കാനാവില്ല, കല്ലറയ്ക്ക് പിടിച്ചു വയ്ക്കാനാവില്ല. ഈ ലോകത്തെ സമസ്ത ഭൂതപ്രേത പിശാചുക്കളും കൂടെ നിന്നെ ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും കൂട്ടായ്മക്കാരും കൂടെ കമ്പി, കട്ട, കല്ല്, സിമന്റ്, പെയിന്റ്, തടി എന്നിവ കൊണ്ട് ഉണ്ടാക്കി വെച്ച കല്ലറയ്ക്കോ അതിൻ്റെ കനത്ത സ്ലാബുകൾക്കോ നമ്മളെ അടച്ചു വെക്കാൻ പറ്റത്തില്ല. നമ്മൾ ഉയർത്തു വരിക തന്നെ ചെയ്യും. ആത്മശക്തി ഏകത്തുള്ളവന്, പ്രൈസ് ദി ലോർഡ്, ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 4 യോഗ്യതകൾ ക്രമാനുഗതമായി നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് പറ്റിയാൽ നമ്മുടെ കർത്താവ് നമ്മളെ ഉയർപ്പിക്കും. ഓ, തേജസ്സിൽ വെളിപ്പെടുന്ന കർത്താവിനോടൊപ്പം നമുക്ക് തേജസ്സിൽ വെളിപ്പെടാൻ കഴിയും. ആ പ്രത്യാശയുള്ളവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഇരിക്കുന്ന ഇടത്തിരുന്ന് ആത്മശക്തിയോടെ ദൈവത്തെ ഒന്ന് ആരാധിക്ക്. ആത്മാവിന്റെ ബലം അകത്തുണ്ടെന്ന് ബോധ്യമുള്ളവർ മിണ്ടാതിരിക്കേണ്ടതില്ല. നിന്നെ അടച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോരിന്റെ ശക്തിയോട് പറ, നിന്നെ തുറന്ന് ഞാൻ പുറത്തു വരും. ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ എൻ്റെ അകത്ത് കർത്താവ് വ്യാപരിപ്പിച്ചിട്ടുണ്ട്. നിനക്കെൻ്റെ മേൽ അധികാലം വിജയിക്കാൻ പറ്റില്ല. നിനക്കെൻ്റെ മേൽ അധികാലം വിജയിക്കാൻ പറ്റില്ല. കർത്താവ് എന്നെ ഉയർപ്പിക്കുന്ന ഒരു നേരമുണ്ട്. അതിനു മുൻപ് എൻ്റെ മേൽ വ്യാപരിപ്പിച്ചിരിക്കുന്ന ദൈവശക്തിയുടെ അധികാരത്തോടെ ഞാൻ പറയുന്നു, എടുക്കുന്നില്ല തന്ത്രം യേശുവിൻ്റെ നാമത്തിൽ. വേഗം എഴുന്നേൽക്കാം ഇരിക്കുന്ന ഇടത്ത്.